പ്രിയപ്പെട്ട സഖാക്കളെ, ഇടതുപക്ഷം ഹൃദയപക്ഷം എന്നുള്ള രീതിയിൽ ഇത്തരത്തിലൊരു വാട്സപ്പ് കൂട്ടായ്മ സംഘടിപ്പിച്ച് ഇതുപോലെ രക്തസാക്ഷി ദിനങ്ങളിലും മറ്റ് ഓർമ്മിക്കപ്പെടേണ്ട ദിനങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള പ്രഭാഷണ പരിപാടികളും അതുപോലെ തന്നെ രാഷ്ട്രീയ ആശയ രൂപീകരണ മണ്ഡലത്തിനകത്ത് നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഈ ഗ്രൂപ്പിലെ സഖാക്കൾക്ക് ആദ്യമേ തന്നെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അഭിവാദ്യം ചെയ്യുകയാണ്. കൃത്യം 2 വർഷം മുന്നേ ജനുവരി 10 ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് ഈ നാട്ടിൽ, ഈ ഭൂമിയിൽ ഇനിയും എത്രയോ കാലം ജീവിച്ചിരിക്കേണ്ട ഒരുപാട് പ്രവർത്തനങ്ങൾക്കകത്ത് ഏർപ്പെടേണ്ടിയിരുന്ന ഒരു അച്ഛൻ്റെയും അമ്മയുടെയും ഒരു കുടുംബത്തിൻ്റെ ആകെയും സ്വപ്നവുമായിരുന്ന ധീരജ് രാജേന്ദ്രൻ എന്ന ചെറുപ്പക്കാരൻ, SFIയുടെ ഉശിരനായ പോരാളി, KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രവർത്തകരുടെ ഗുണ്ടാപ്പടയുടെ കടാരക്കുത്തേറ്റ് പിടഞ്ഞു വീണ ദിവസമാണിന്ന്. ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരനെയും, ഏതൊരു മനുഷ്യസ്നേഹിയെ സംബന്ധിച്ച് ഏറ്റവും വേദന ഉളവാക്കുന്ന ഒരു ദിനമാണ് ജനുവരി 10 എന്ന് പറയുന്നത്. ഒരു ക്യാമ്പസിനകത്ത് ഒരു വിദ്യാർത്ഥിയുടെ ചോര പൊടിയുക എന്നുള്ളത് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ച്, ഈ ഭൂമിക്കകത്ത് ഏതൊരു മനുഷ്യൻ്റെയും ജീവൻ പൊടിയുന്നത് പോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാളേറെ കഠിനമായ വേദന നമ്മൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ഒരു ക്യാമ്പസിനകത്ത് തൻ്റെ സ്വപ്നങ്ങളും തൻ്റെ ലക്ഷ്യങ്ങളുമെല്ലാം ചർച്ച ചെയ്യുന്നതിനും പഠിച്ചെടുക്കുന്നതിനും അത് പൂർത്തീകരിക്കുന്നതിനും വേണ്ടിയുള്ള ആശയ രൂപീകരണത്തിനടക്കം ഒരു ക്യാമ്പസിനകത്തേക്ക് കടന്നു ചെല്ലുകയും അവിടെ തൻ്റെ കൂട്ടുകാരുമൊത്ത് തൻ്റെ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചതിൻ്റെ ഭാഗമായിട്ട് തൻ്റെ കൂട്ടുകാരോടൊത്ത് ഇലക്ഷൻ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിലൊരു ദയനീയമായ സ്ഥിതിയിലേക്ക് കടന്നു ചെല്ലേണ്ടി വന്ന ഒരു ചെറുപ്പക്കാരൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അതിഭീകരം തന്നെയാണ്. ഒറ്റക്കുത്തിനാണ് സഖാവ് ധീരജിനെ നിഖിൽ പൈലി അടക്കമുള്ള ഗുണ്ടകൾ കൊന്നുകളഞ്ഞിട്ടുള്ളത്. SFI എന്ന പ്രസ്ഥാനം 1970 രൂപീകരിച്ച് 50 വർഷം പിന്നിടുമ്പോഴേക്കും 35 സഖാക്കളുടെ ജീവനാണ് ഈ ഭൂമിയിൽ ബലി നൽകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ആ വിദ്യാർത്ഥികളുടെ ആകെ RSS അടക്കമുള്ള ABVP അടക്കമുള്ള യൂത്ത് കോൺഗ്രസും KSUവും അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളും കാബാലിക സംഘങ്ങളും കൊന്നുതള്ളുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തതാണ് സഖാവ് ധീരജിൻ്റെ കൊലപാതകം എന്ന് പറയുന്നത്. ഒരു ക്യാമ്പസിനകത്ത് ഒരു വിദ്യാർത്ഥി നേതാക്കൾ കടന്നു വരുന്ന, നമുക്കെല്ലാം അറിയാം, നമ്മളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട്, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ക്യാമ്പസിൽ ഇടപെടുന്ന ആളുകളാണ്. ഒരു ക്യാമ്പസിനകത്തേക്ക് ഒരു യുവജന വിദ്യാർത്ഥി സംഘടനയുടെ ഒരു നേതാവ് കടന്നു വരുന്നത് എപ്പോഴും ഒരു കയ്യിലൊരു ബാഗ്, ഒരു പെന്ന്, ഒരു പുസ്തകം, കൂടിപ്പോയാൽ ഇത് മാത്രമേ ആ വിദ്യാർത്ഥി നേതാവിൻ്റെ കൈകളിൽ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ നിഖിൽ പൈലി അടക്കമുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് കടന്നു വന്നിട്ടുള്ളത് കടാരയും കൈകളിൽ ഏന്തിക്കൊണ്ടാണ്. പേന ഏന്തേണ്ട കൈകളിൽ, പുസ്തകം ഏന്തേണ്ട കൈകളിൽ, ഒരു തുകൽ സഞ്ചി ഏന്തേണ്ട കൈകളിൽ കടാരയും എടുത്തുകൊണ്ട് അത് അരയിൽ ഒളിപ്പിച്ചുകൊണ്ട് ഒരു ക്യാമ്പസിനകത്തേക്ക് കടന്നു വരികയും ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികൾ തമ്മിലുണ്ടാകുന്ന ഏതെങ്കിലും സംഘർഷത്തിൻ്റെ ഭാഗമായിട്ട് അബദ്ധത്തിൽ സംഭവിച്ചു പോയ ഒരു സംഭവമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ രാജ്യത്തിനകത്തുള്ള ഏറ്റവും പ്രൊഫഷണലായിട്ടുള്ള ഒരു കൊലപാതകി എങ്ങനെയാണോ ഒരു കൊല ചെയ്യുന്നത് ആ രീതിയിലാണ് സഖാവ് ധീരജിനെ കൊലപ്പെടുത്താൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്. ഹൃദയത്തിനകത്ത് 3 സെൻറ്റിമീറ്റർ ആഴമുള്ള ഒരു മുറിവേൽപ്പിക്കുകയാണ്. അതികഠിനമായിട്ട് ഹൃദയത്തിൻ്റെ ഭാഗത്ത് ഇടനെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇടനെഞ്ചിൽ കുത്തി പരിക്കേൽപ്പിച്ച് കൊല ചെയ്യുന്നതിന് വേണ്ടിയാണ് നിഖിൽ പൈലി അടക്കമുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ ഗുണ്ടാസംഘങ്ങൾ, KSUവിൻ്റെ ഗുണ്ടാസംഘങ്ങൾ തയ്യാറായിട്ടുള്ളതെന്ന് കാണാൻ വേണ്ടി സാധിക്കും. KSU എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന 1957 രൂപീകരിച്ച് ഈ കാലഘട്ടം വരെയും മറ്റൊരു വിദ്യാർത്ഥി സംഘടനയും ക്യാമ്പസിനകത്ത് പ്രവർത്തിക്കാൻ സാധിക്കാത്ത രീതിയിൽ ജനാധിപത്യപരമായി, മതനിരപേക്ഷപരമായി ഒരു ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥി സംഘടനകളും വിദ്യാർത്ഥികളും ഇടപെടുന്ന എല്ലാ കാലഘട്ടത്തിലും ഇതേ രീതിയാണ് അവർ അവലംബിച്ചിട്ടുള്ളതെന്ന് കാണാൻ വേണ്ടി സാധിക്കും. 1971 തലശ്ശേരി ബ്രണ്ണൻ കോളേജിനകത്ത് സഖാവ് അഷ്റഫിനെ കൊലപ്പെടുത്തുന്നത് വഴി ഇങ്ങോട്ട് നിരവധിയായിട്ടുള്ള SFIയുടെ പ്രവർത്തകരെ അതുപോലെ തന്നെ മറ്റ് വിദ്യാർത്ഥികളെയും ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് KSU ഇതുവരെയായിട്ട് തുടർന്നു പോന്നിട്ടുള്ളത്. അതിന് കൃത്യമായ പിന്തുണ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള
യുവജന സംഘടനകൾ, കോൺഗ്രസിൻ്റെ യുവജന സംഘടനകളും അതുപോലെ തന്നെ മാതൃസംഘടനയായിട്ടുള്ള കോൺഗ്രസും കൃത്യമായിട്ടുള്ള പിന്തുണ അതിന് നൽകി വന്നിരുന്നു എന്ന് കാണാൻ വേണ്ടി സാധിക്കും. കാരണം KSU എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയുടെ രൂപീകരണം എന്ന് പറയുന്നത് തന്നെ വിമോചന സമരത്തിൻ്റെ പാരമ്പര്യമാണ് KSUവിൻ്റെ രൂപീകരണത്തിനുള്ളതെന്ന് കാണാൻ വേണ്ടി സാധിക്കും. കാരണം ജനകീയമായി തിരഞ്ഞെടുത്തിട്ടുള്ള ജനാധിപത്യ സർക്കാരിനെ വിക്കിലീക്സ് പുറത്തുവിട്ട കണക്ക് പ്രകാരം CIA എന്ന് പറയുന്ന അമേരിക്കൻ ചാരസംഘടനയുടെ പണം ഉപയോഗിച്ച് ഒരു ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ള ഒരു വിദ്യാർത്ഥി മൂവ്മെൻറ്റിന് നേതൃത്വം നൽകിയ ഒരു വിദ്യാർത്ഥി സംഘടനയാണ്. ഒരു സമൂഹത്തിൻ്റെ പിന്നോട്ടേക്ക് പോക്കിന് വേണ്ടി എത്രയോ അഹോരാത്രം പ്രവർത്തിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയാണ് KSU എന്ന് പറയുന്ന സംഘടന. ആ സംഘടന ഇങ്ങനെ ആയില്ലെങ്കിൽ മാത്രമേ അത്ഭുതമുള്ളൂ. ആ രീതിയിൽ ക്യാമ്പസിനകത്ത് ജനാധിപത്യപരമായി ഇടപെടുന്ന, മതനിരപേക്ഷപരമായി ഇടപെടുന്ന ഒരു സംഘടനയെ, ക്യാമ്പസിനകത്ത് സർഗാത്മകമായി ഇടപെടുന്ന ഒരു സംഘടന ക്യാമ്പസിനകത്ത് നിലനിൽക്കരുത് എന്നുള്ള ഏറ്റവും വലിയ ആഗ്രഹത്തോടു കൂടിയാണ്, ആവശ്യത്തോടു കൂടിയാണ്, ലക്ഷ്യത്തോടു കൂടിയാണ് KSU പോലെയുള്ള സംഘടനകൾ, ABVP പോലെയുള്ള സംഘടനകൾ ക്യാമ്പസിനകത്ത് SFIക്ക് നേരെ നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കും. സഖാവ് ധീരജിൻ്റെ കൊലപാതകം ഉൾപ്പെടെ, സഖാവ് അഭിമന്യുവിൻ്റെ കൊലപാതകം ഉൾപ്പെടെ ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിദ്യാർത്ഥികളുടെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് മതനിരപേക്ഷ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചതിൻ്റെ ഭാഗമായിട്ട്, ജനാധിപത്യ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചതിൻ്റെ ഭാഗമായിട്ട് നിരന്തരമായി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന രീതിയാണ് ഇവർ ചരിത്രത്തിലുടനീളം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവരെയൊക്കെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടി, കാരണം ആശയ പ്രചാരണം കൊണ്ട് SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയുടെ രാഷ്ട്രീയത്തിനോട് ഒരു തരത്തിലും മത്സരിക്കാനോ അതിനെ പരാജയപ്പെടുത്തുവാനോ വിദ്യാർത്ഥികൾക്കിടയിൽ മറ്റൊരാശയ രൂപീകരണം കൊണ്ട് ഒരു തരത്തിലും വിദ്യാർത്ഥി മൂവ്മെൻറ്റുകൾക്ക്, വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രതിസന്ധികളെയും വിദ്യാർത്ഥികളുടെ പ്രയാസങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ഒരു കാരണവശാലും മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ, വിദ്യാർത്ഥി സമൂഹത്തെ നയിക്കാൻ ഈ സംഘടനകൾക്ക് സാധിക്കില്ല എന്നുള്ള ഏറ്റവും വലിയ അറിവ് ഒരുപക്ഷെ മറ്റ് വ്യക്തികളെക്കാൾ KSUവിലോ ABVPയിലോ ഉള്ള ആളുകളല്ല, അതിന് പുറത്തുള്ള ആളുകളെക്കാൾ നന്നായിട്ട് അറിയുന്നത് ഈ സംഘടനക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കാണ്. അതുകൊണ്ടാണ് ഈ ക്യാമ്പസിനകത്ത് ഇവർ ശുഷ്കിച്ചു പോകുന്നുള്ളതിൻ്റെ കാരണം കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. SFI പോലുള്ള വിദ്യാർത്ഥി സംഘടനകൾ, SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ സർഗാത്മകതയുടെയും മതനിരപേക്ഷതയുടെയും അതുപോലെ തന്നെ പുരോഗമനപരമായിട്ട് രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ വിദ്യാർത്ഥിക്കിടയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾ അവരെ സ്വീകരിക്കുകയും തങ്ങളെ പുറന്തള്ളുകയും ചെയ്യുന്നു എന്നുള്ള ഫ്രസ്ട്രേഷൻ്റെ ഭാഗമായിട്ടാണ് നിരന്തരമായിട്ടുള്ള ഇത്തരത്തിലുള്ള കായികപരമായിട്ടുള്ള ആക്രമണങ്ങൾക്ക് അവർ നേതൃത്വം നൽകുന്നത്. SFI ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ, അതുപോലെ തന്നെ SFIയുടെ ഈ ഗ്രൂപ്പിനകത്തുള്ള മുഴുവൻ പ്രവർത്തകരും SFIയുടെ ഭാഗമായിട്ടും SFIയെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഏതൊരാൾക്കും ഇടനെഞ്ചോട് കൈവച്ചുകൊണ്ട് ഈ കേരളത്തിലെ, ഈ രാജ്യത്തിനകത്തുള്ള മുഴുവൻ മതനിരപേക്ഷവാദികളോടും മുഴുവൻ ജനാധിപത്യവാദികളോടും ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കും, കേരളത്തിലെ ഈ രാജ്യത്തിനകത്തുള്ള ഒരു പെറ്റമ്മയുടെ കണ്ണീരിന് മുമ്പിലും തലകുനിച്ച് നിൽക്കേണ്ട ഗതികേട് SFI പ്രവർത്തകൻ എന്ന നിലയ്ക്ക്, ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് നമുക്ക് ക്യാമ്പസിനകത്ത് ഒരു വിദ്യാർത്ഥിയുടെയും ഒരു കൊലപാതകത്തിന് കാരണമായിട്ട് ഒരു SFIക്കാരൻ മാറിയിട്ടില്ല എന്ന് കേരളത്തിലെ ഒരു വിദ്യാർത്ഥിയുടെയും ഒരു പെറ്റമ്മയുടെ കണ്ണീരിന് മുമ്പിലും തലകുനിച്ച് നിൽക്കേണ്ട ഗതികേട് ഒരു SFIക്കാരന് വന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് അഭിമാനത്തോട് കൂടിയിട്ട് ഈ പൊതുസമൂഹത്തോട് വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് ഏതൊരു ഇടതുപക്ഷ പ്രവർത്തകനും SFI പ്രവർത്തകനും സാധിക്കുമെന്നുള്ളതാണ് ഈ കാലഘട്ടത്തോട് നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയ നീതി എന്ന് പറയുന്നത്. എന്തുകൊണ്ട് SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം നിരന്തരമായി ആക്രമിക്കപ്പെടുന്നു? അത് വലിയൊരു ചോദ്യമാണ്. കാരണം ഈ കേരളത്തിനകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു പൊതുബോധമുണ്ട്. SFI ഒരു അക്രമി സംഘടനയാണ്. SFI എന്ന് പറയുന്നത് ഒരു അക്രമി സംഘമാണ്, വിദ്യാർത്ഥികളെ വഴിതെറ്റിക്കുന്ന ഒരു സംഘടനയാണ് എന്ന് ഒരു മാധ്യമപ്രവർത്തകരടക്കം ഈ വലതുപക്ഷ ബൂർഷ്വാ മാധ്യമങ്ങളടക്കം നൽകിയിട്ടുള്ള ഒരു നെറേറ്റീവ് നമ്മുടെ സംസ്ഥാനത്തിനകത്ത്, നമ്മുടെ രാജ്യത്തിനകത്ത് നിലനിൽക്കുന്നുണ്ട്. ഇവർ വിദ്യാർത്ഥികളെ വഴിതെറ്റിക്കുന്നവരാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ നമ്മുടെ സമൂഹത്തിനകത്തേക്ക് കടന്നു വരുന്നത്? കാരണം എവിടെയൊക്കെ കോർപ്പറേറ്റുകൾ, എവിടെയൊക്കെ മൂലധന ശക്തികൾ വിദ്യാഭ്യാസ മേഖലകത്ത് ഇടപെട്ടുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയെ കച്ചവടവൽക്കരിക്കുന്നതിന് വേണ്ടി, വിദ്യാഭ്യാസ മേഖലയെ മതവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ടോ അതിനെയൊക്കെ നിശിതം വിമർശിച്ചുകൊണ്ട്, അതിനെയൊക്കെ കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞ്, മതനിരപേക്ഷതയുടെ രാഷ്ട്രീയം പറഞ്ഞ്, കുത്തക ബൂർഷ്വകളുടെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് തൊഴിലാളി വർഗത്തിൻ്റെ രാഷ്ട്രീയം പറഞ്ഞ്, അതുപോലെ തന്നെ പുരോഗമനപരമായ രാഷ്ട്രീയം പറഞ്ഞ്, ആധുനികതയുടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള രാഷ്ട്രീയം പറഞ്ഞ് ഇത്തരത്തിലുള്ള എല്ലാ പ്രവണതകളെയും അതിശക്തമായി ക്യാമ്പസിനകത്ത് വെച്ച് തന്നെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ടേക്ക് വന്നിട്ടുള്ള സംഘടനയാണ് SFI എന്ന് പറയുന്നത്. ഈ സംഘടനയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ രാജ്യത്തിനകത്ത് എവിടെയൊക്കെ ജനാധിപത്യം ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ടോ, എവിടെയൊക്കെ ഭരണഘടനാ മൂല്യങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ടോ, എവിടെയൊക്കെ മതനിരപേക്ഷത ചോദ്യം ചെയ്യപ്പെടുകയും ഭരണഘടനക്കകത്ത്, ഭരണകൂടത്തിനകത്ത് മതം ഇടപെട്ടുകൊണ്ട് വർഗീയതയുടെ രാഷ്ട്രീയങ്ങൾ മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ടോ അതിനെയൊക്കെ കൃത്യമായി പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് SFI എന്ന് പറയുന്ന മഹത്തായ സംഘടന ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. SFIയെ ഇക്കൂട്ടർ എതിർക്കുന്നതിനും SFIയെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് വിദേശ ശക്തികളടക്കം പണം നൽകിക്കൊണ്ട് SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയുടെ വളർച്ച തടയുന്നതിന് വേണ്ടിയിട്ടും അവർ മുന്നോട്ടേക്ക് വന്നിട്ടുണ്ടെന്ന് കാണാൻ വേണ്ടി സാധിക്കും.
കാരണം എസ് എഫ് ഐയുടെ രൂപീകരണത്തിൻ്റെ ചരിത്രം തന്നെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. 1970 രൂപീകരിച്ചു എസ് എഫ് ഐ അതിൻ്റെ ശൈശവ ദശയിലേക്ക് കടക്കുമ്പോൾ തന്നെ ഈ രാജ്യത്തിനകത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടുന്നുണ്ട്. 1975 പ്രഖ്യാപിച്ചിട്ടുള്ള അടിയന്തരാവസ്ഥയുടെ ഘട്ടത്തിൽ അതിശക്തമായി അടിയന്തരാവസ്ഥയെ എതിർക്കുന്നതിന് വേണ്ടി എമർജൻസി പീരീഡിനെ അതിശക്തമായി എതിർത്തുകൊണ്ട് ഇവിടെ ജനാധിപത്യം പുനഃസ്ഥാപിക്കണമെന്നുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്ത് പ്രധാനമന്ത്രിക്കെതിരെ, ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന പ്രധാനമന്ത്രിക്കെതിരെ, ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെ അതിശക്തമായിട്ട് സമരങ്ങൾക്ക് ഈ രാജ്യത്തിനകത്ത് നേതൃത്വം നൽകിയ സംഘടനയുടെ പേരാണ് SFI എന്ന് പറയുന്നത്. ജയപ്രകാശ് നാരായണൻ എന്ന് പറയുന്ന അടിയന്തരാവസ്ഥയെ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും വലിയ പോരാളിയുടെ പിന്നിൽ അണിനിരന്ന വിദ്യാർത്ഥി സമൂഹത്തിനെ അതിശക്തമായി നയിച്ച പ്രസ്ഥാനത്തിൻ്റെ പേര് SFI എന്നാണ്. അടിയന്തരാവസ്ഥക്കെതിരെയുള്ള പ്രമേയം ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിക്കകത്ത് ഇന്നത്തെ CPIM ജനറൽ സെക്രട്ടറിയായുള്ള സഖാവ് സീതാറാം യെച്ചൂരി SFI ജെ.എൻ. യൂണിയൻ പ്രസിഡൻ്റായിരിക്കുന്ന കാലഘട്ടത്തിലാണ് അടിയന്തരാവസ്ഥക്കെതിരെയുള്ള പ്രമേയം ഇന്ദിരാഗാന്ധിയെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഈ രാജ്യത്തിന് ഏറ്റവും ശക്തയായ വനിത എന്ന് കൊട്ടിഘോഷിക്കപ്പെടുന്ന, ഉരുക്ക് വനിത എന്ന് കൊട്ടിഘോഷിക്കപ്പെടുന്ന, ഇത്തരത്തിൽ കുപ്രസിദ്ധി ആർജിച്ചിട്ടുള്ള ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഒരുപക്ഷെ ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഫാസിസ്റ്റുകളിൽ ഒരാളായിട്ടുള്ള ഇന്ദിരാഗാന്ധിയെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ജനാധിപത്യത്തിൻ്റെ പ്രമേയം ഇന്ദിരാഗാന്ധിയെ വായിച്ചു കളിപ്പിച്ച സംഘടനയുടെ പേരാണ് SFI എന്ന് പറയുന്നത്. SFIയെ ആക്രമിക്കാൻ ഇതിൽ പരം കാരണം ഒരുപക്ഷെ KSUവിനും യൂത്ത് കോൺഗ്രസിനും ABVP അടക്കമുള്ള വർഗീയ പ്രതിരോധ ശക്തികൾക്ക് മറ്റൊന്നും ആവശ്യമില്ല. കാരണം എവിടെയൊക്കെ ജനാധിപത്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എവിടെയൊക്കെ ജനാധിപത്യം ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടോ, എവിടെയൊക്കെ മതനിരപേക്ഷത ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടോ, എവിടെയൊക്കെ ഭരണഘടനാ മൂല്യങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ട് അതിനെയൊക്കെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ശക്തികൾ ഭരണകൂടത്തിനകത്ത് ഇടപെട്ടുകൊണ്ട് മുന്നോട്ടേക്ക് വരുന്നുണ്ടോ, അതിനെയൊക്കെ മുളയിലേ നുള്ളുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്, സമൂഹത്തിനകത്തേക്ക് പ്രക്ഷോഭങ്ങളെ പടർത്തിവിടുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ള വിദ്യാർത്ഥി സംഘടന, ഇന്ത്യയിലെ ഏക വിദ്യാർത്ഥി സംഘടന എന്ന് പറയുന്നത് SFI ആണെന്ന് കാണാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും. ഈ അടുത്ത് പൗരത്വ ഭേദഗതി നിയമം പാസ്സാക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്ന് പൗരത്വ ഭേദഗതി ബില്ല് ഒപ്പിടുന്ന സമയത്ത് ഈ രാജ്യത്തിനകത്തുള്ള ഏറ്റവും ആദ്യത്തെ പ്രക്ഷോഭം മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിക്കകത്താണ്, ഡൽഹി യൂണിവേഴ്സിറ്റിക്കകത്താണ്, ജാമിയ മില്ലിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിക്കകത്താണ്. ഈ യൂണിവേഴ്സിറ്റികൾക്കകത്ത് അതിനെതിരെയുള്ള പ്രക്ഷോഭത്തിൻ്റെ മുന്നിൽ പടനയിച്ച, പടപ്പാട്ട് പാടിയ സംഘടനയുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ കയ്യിൽ ഉയർന്നു മാറിയ കൊടി എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും മുദ്രാവാക്യമാലേഖനം ചെയ്ത രക്തവർണ്ണാങ്കിത നക്ഷത്രാങ്കിത ശുഭ്രപതാകയാണ് എന്ന് കൃത്യമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ആ പ്രതിരോധമാണ് ഈ സമൂഹത്തിനകത്തേക്ക് പടർന്നു വന്നിരിക്കുകയും DYFI പോലുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളടക്കമുള്ള സംഘടനകൾ അത് ഏറ്റുപിടിക്കുകയും ഷഹീൻ ബാഗ് അടക്കമുള്ള സമരങ്ങൾക്ക് അത് കാരണമാവുകയും ചെയ്തത് കൃത്യമായിട്ട് SFI മുന്നോട്ടേക്ക് വെച്ച പ്രതിരോധത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ചുവട് പിടിച്ചാണെന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇന്ത്യക്കകത്ത്, ഈ രാജ്യത്തിനകത്തും അതുപോലെ തന്നെ ലോകത്തിലെ മറ്റേത് രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാലും അവിടെയൊക്കെ പടർന്നു പന്തലിച്ച വിപ്ലവങ്ങൾക്ക് തുടക്കം കുറിച്ചത് വിദ്യാർത്ഥി മൂവ്മെൻറ്റുകളാണെന്ന് കാണാൻ വേണ്ടി സാധിക്കും. ആ വിദ്യാർത്ഥി മൂവ്മെൻറ്റുകൾക്ക് ഇന്ത്യ രാജ്യത്തിനകത്ത് ഏറ്റവും ശക്തമായിട്ട് മുതലാളിത്ത ഭരണകൂടത്തിനകത്ത് ഇടപെട്ടുകൊണ്ട് ബൂർഷ്വാ ശക്തികളും വർഗീയ ശക്തികളും ഈ സമൂഹത്തിനകത്തേക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കടർത്തിവിടുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ മുന്നിൽ നിന്ന് നയിക്കുന്നതിൽ വിദ്യാർത്ഥി സമൂഹത്തെയും യുവജന സമൂഹത്തെയും മുന്നോട്ടേക്ക് നയിക്കുന്നതിന് SFI ചെലുത്തുന്ന പങ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള വലതുപക്ഷ തീവ്രവാദ സംഘടനകൾക്ക് SFI എന്നും ഒരു ശത്രുപക്ഷത്താണ് എന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതുതന്നെയാണ് ഒരു SFI കാരൻ എന്നുള്ളതിൽ ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ എന്നുള്ളതിൽ നമ്മളെല്ലാം തന്നെ അഭിമാനിക്കുന്നത്. ഈ തീവ്രവാദ സംഘടനകൾക്കും ഈ ബൂർഷ്വാ ശക്തികൾക്കും ഈ വർഗീയ സംഘടനകൾക്കും അവരുടെ ശത്രുപക്ഷത്ത്, അവരുടെ ശത്രുക്കളുടെ ലിസ്റ്റിനകത്ത് ആദ്യത്തെ പേരുകാരായി നമ്മളെ എഴുതി ചേർക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അഭിമാനത്തോടെ കാണാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും വലിയ സാഹചര്യം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇതിൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്, KSUവിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. ഈ രാജ്യം എത്രത്തോളം അപകടത്തിലേക്ക് നീങ്ങുന്നുണ്ടോ അത്രത്തോളം അപകടത്തിലേക്ക് നീങ്ങുന്ന ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഈ സംഘടനകൾ എപ്പോഴെങ്കിലും സമൂഹത്തിനകത്തേക്ക് കടന്നു വന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 1957 രൂപീകരിച്ച KSU എന്ന് പറയുന്ന സംഘടന ഈ സമൂഹത്തിനകത്ത് അറിയപ്പെട്ടു തുടങ്ങിയിട്ടുള്ളത് 1959 തിരഞ്ഞെടുക്കപ്പെട്ട ബാലറ്റ് പേപ്പറിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ജനവിരുദ്ധ സമരത്തിന് നേതൃത്വം നൽകിയെന്നുള്ള ഖ്യാതിയോടുകൂടിയാണ് ഈ കേരളത്തിനകത്ത് അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നൈന സാഹിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ NSUവിൻ്റെ നേതാവായിട്ടുള്ള സഹപ്രവർത്തകയെ ബലാത്സംഗം ചെയ്ത് കൊന്ന് തന്തൂരി അടുപ്പിലിട്ട് കൊന്ന ചരിത്രം കൂടി ഈ NSU എന്ന് പറയുന്ന നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ഈ രാജ്യത്തിനകത്ത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ സംഘടനകൾ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള NSU അടക്കമുള്ള KSU അടക്കമുള്ള സംഘടനകൾ ഈ രാജ്യത്തിനകത്ത് ഏത് ഘട്ടത്തിലൊക്കെയാണ് ഇടപെടുന്നതെന്ന് നമ്മൾ കൃത്യമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി സാധിക്കണം. ഇന്ന് ഈ രാജ്യം ഭരിക്കുന്നത് വലിയൊരു വെറുപ്പാണ്. 2014 അധികാരത്തിൽ വന്നിട്ടുള്ള നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും അപകടകരമായ
രാജ്യമായ ഒരുപക്ഷെ ഹിറ്റ്ലർ ജർമ്മനിയും ഇറ്റലിയും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ഒരുപക്ഷെ സിരിമാവോ മഹിന്ദ രാജപക്സെ അടക്കമുള്ള ലോകത്തും കണ്ട ഏറ്റവും വലിയ ഫാസിസ്റ്റുകൾ ശ്രീലങ്ക അടക്കമുള്ള ഭരണം നടക്കുന്ന കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ഇന്ത്യ രാജ്യത്തിനകത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് അവകാശപ്പെടുന്ന, ലോകത്തിലെ ഏറ്റവും വലിയ മതനിരപക്ഷ രാജ്യമെന്ന് നമ്മൾ അവകാശപ്പെടുന്ന ഇന്ത്യ രാജ്യത്തിനകത്ത് ഇത്രയും വലിയ അപകടം നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെതിരെ ശബ്ദിക്കുന്നതിന് വേണ്ടിയിട്ട്, ഈ അപകടങ്ങളെ എങ്ങനെയൊക്കെ നേരിടണമെന്നുള്ള ആശയ രൂപീകരണത്തിന് നേതൃത്വം നൽകുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനോ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റ് സംഘടനകൾക്കോ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ അപകടത്തിലേക്ക് വഴിതെളിച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കും. കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഇത്രമേൽ അധപ്പതിച്ച അല്ലെങ്കിൽ ഇത്രമേൽ നികൃഷ്ടമായിട്ടുള്ള രാഷ്ട്രീയ സമീപനങ്ങളാണ് ഇത്രയും വലിയ അപകടത്തെ ഈ രാജ്യത്തിനകത്തേക്ക് വലിച്ചു കയറ്റിയെന്ന് കാണാൻ വേണ്ടി സാധിക്കും. നമുക്ക് ഇന്ത്യയുടെ ചരിത്രത്തെ ഒരു പക്ഷേ രണ്ടായിട്ട് വിഭജിക്കാൻ വേണ്ടി സാധിക്കും. സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യത്തിന് ശേഷവും എന്നുള്ള രണ്ട് ചരിത്രമായി നമ്മൾ അതിനെ വിഭജിക്കുകയാണെങ്കിൽ, ഒരുപക്ഷെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇടതുപക്ഷത്തിൻ്റെ ഇടപെടൽ എത്രത്തോളമായിരുന്നു എന്നതിനെക്കുറിച്ച് വലിയ ധാരണയുള്ളവരായിരിക്കും ഒരുപക്ഷെ ഈ ഗ്രൂപ്പിനകത്തുള്ള ആളുകളെല്ലാം തന്നെ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒരുപക്ഷെ പൂർണ്ണ സ്വരാജ്യത്തെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചൊക്കെ കൃത്യമായ ധാരണയുള്ളവരായിരിക്കും. നമുക്ക് ആധുനിക ഇന്ത്യയിലേക്ക് കടക്കാം. 1947 ശേഷം ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആശയം രൂപീകൃതമായത്. ഇന്ത്യ ഒരു ആശയമാണ്. ഇന്ത്യ എന്ന് പറയുന്നത് 4 അതിരുകൾക്കുള്ളിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഭൂമി എന്നതിനപ്പുറത്തേക്ക് വലിയൊരു ആശയമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ആ ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തിനകത്ത് ആധുനിക ഇന്ത്യ രൂപീകൃതമായതിനു ശേഷം ജനപക്ഷമായിട്ടുള്ള ക്ഷേമരാജ്യമായിട്ട് ഒരു ക്ഷേമരാഷ്ട്രമാണ് ഇന്ത്യ എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മുടെ രാജ്യത്തിനെ മുന്നോട്ടേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ പങ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഒന്നാമത്തെ പ്രതിപക്ഷ സഖ്യമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം, AKG പ്രതിപക്ഷ നേതാവായിട്ടുള്ള പ്രതിപക്ഷം തൊട്ട് ഇങ്ങോട്ട് തുടർച്ചയായി വന്നിട്ടുള്ള കോൺഗ്രസ് സർക്കാരുകൾക്കിടയിൽ ഈ ഇടതുപക്ഷം നടത്തിയിട്ടുള്ള കൃത്യമായ ഇടപെടലുകളുടെ പല മേന്മകളും ഒരുപക്ഷെ ഈ രാജ്യം അനുഭവിച്ചിട്ടുണ്ടെന്ന് കാണാൻ വേണ്ടി സാധിക്കും. IIT-കൾ രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, അതുപോലെ ഈ ലോകത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഇന്ത്യയിൽ രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിരന്തരമായി ഇടപെട്ടുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ കൃത്യമായ ഇടപെടലുകളും സബ്മിഷനുകളും നമുക്ക് പാർലമെൻറ്റിനകത്തും കാണാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് ഇടതുപക്ഷം എന്താണ് എന്നുള്ള ചോദ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരമെന്ന് പറയുന്നത്. ഒരുപക്ഷെ ഈ രാജ്യം വർഗീയപരമായി ചേരിതിരിക്കുന്നതിന് വേണ്ടി 1980-കൾക്ക് ശേഷം നമ്മുടെ രാമക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ട് ബാബരി മസ്ജിദ് തകർത്ത് അവിടെ രാമക്ഷേത്രം പണിയണമെന്നുള്ള ഏറ്റവും വലിയ സംഘപരിവാരത്തിൻ്റെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഈ രാജ്യം 2 ധ്രുവങ്ങളിലേക്ക് മാറാനുള്ള സാധ്യതയെ മുന്നിൽ കണ്ട് അതിനെ കൃത്യമായി പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഗവൺമെൻറ്റിനകത്ത് ഭരണകൂടത്തിനകത്തും കൃത്യമായി ഇടപെടുന്നതിന് വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ ധാരയാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ രാജ്യമെന്ന് പറയുന്നത് വലിയൊരു അപകടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 2014 നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ രാജ്യം കൃത്യമായിട്ട് ജാതിയുടെ മതത്തിൻ്റെയും പേരിൽ മനുഷ്യനെ തല്ലിക്കൊല്ലുകയും ചുട്ടുകൊല്ലുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൂടെ നമ്മുടെ നാട് കടന്നു പോവുകയാണ്. കൃത്യമായിട്ട് 2002 ഗുജറാത്തിൽ നടന്നിട്ടുള്ള കലാപത്തിന് ശേഷം ഈ രാജ്യം കൃത്യമായിട്ട് വർഗീയ കലാപങ്ങളില്ലാത്ത ഒരു നാടായിട്ട് നമ്മുടെ നാടിനെ മാറ്റിയെടുക്കാനുള്ള ശ്രമം ഒന്നായി UPA ഗവൺമെൻറ് അടക്കമുള്ള ഗവൺമെൻറ്റുകൾ കൃത്യമായി ഇടപെടുകയും ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോട് കൂടിയിട്ട് അത്തരത്തിലുള്ളൊരു നീക്കം ഈ രാജ്യത്തിനകത്ത് നടക്കുന്ന ഘട്ടത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന അധികാര കുതിയന്മാരായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളും കൃത്യമായ അഴിമതി കാണിച്ചുകൊണ്ട് ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതിക്കൊണ്ട് ജനവിരുദ്ധമായിട്ടുള്ള രീതിയിലുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോട് ജനങ്ങൾക്ക് മടുപ്പ് രേഖപ്പെടുത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് BJP അധികാരത്തിൽ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് 2014 ഉണ്ടായിട്ടുള്ളത്. RSSന് ഈ രാജ്യത്തിനകത്ത് എങ്ങനെയൊക്കെ വളരാൻ വേണ്ടിയുള്ള വളക്കൂറുള്ള മണ്ണൊരുക്കി കൊടുക്കാൻ വേണ്ടി സാധിക്കുമോ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് കൃത്യമായിട്ട് ഇത്രയും കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു പക്ഷേ 1980-കൾക്ക് ശേഷം ഈ രാജ്യത്തിനകത്ത് ചെയ്തതെന്ന് കാണാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ കൃത്യമായിട്ടുള്ള ഉദാഹരണമാണ് ബാബരി മസ്ജിദ് തകർക്കപ്പെടുകയും അവിടെ രാമക്ഷേത്രം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള സംഘപരിവാരത്തിൻ്റെ ഇടപെടൽ എന്ന് പറയുന്നത്. ഈ രാജ്യത്തിനകത്ത് ബാബരി മസ്ജിദ് എന്ന് പറയുന്ന ഒരു പള്ളി അയോധ്യക്കകത്ത് തകർക്കപ്പെടുക എന്നുള്ളതും അവിടെ രാമക്ഷേത്രം സ്ഥാപിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഹിന്ദുത്വ എന്ന് പറയുന്ന രാഷ്ട്രീയധാരയ്ക്ക് അടിത്തറ ഉണ്ടാക്കുക എന്നുള്ളതും 1980-കളിലോ 70-കളിലോ പൊട്ടിമുളച്ചിട്ടുള്ള ഒരു ആശയധാരയായിരുന്നില്ല. 1925 RSSൻ്റെ രൂപീകരണത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ വിചാരധാര എന്ന് പറയുന്ന ബഞ്ച് ഓഫ് തിങ്സ് എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് സവർക്കർ എന്തെഴുതി വെച്ചോ ആ എഴുതി വെച്ചതിനെ കൃത്യമായിട്ട് ഈ രാജ്യത്തിനകത്ത് നടപ്പിലാക്കുക എന്ന് പറയുന്ന RSSൻ്റെ ലക്ഷ്യത്തിന് RSSൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക് വെള്ളവും വളവും ഒഴിച്ചു കൊടുത്തത് കൃത്യമായിട്ട് കോൺഗ്രസ് ആണെന്ന് കാണാൻ വേണ്ടി സാധിക്കും.
ഹിന്ദുത്വ എന്ന ആശയത്തെ ഒരു രാഷ്ട്രീയ ധാരയാക്കി മാറ്റുന്നതിന് വേണ്ടി മതത്തെ സൈനികവൽക്കരിക്കുക, സൈന്യത്തെ മതവൽക്കരിക്കുക, അങ്ങനെ ഒരു ഏക ധ്രുവ രാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ള RSSൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷ്യം നമുക്ക് വിചാരധാര വായിച്ചു കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും. ഈ വിചാരധാരയുടെ 23-ാം അധ്യായത്തിനകത്ത് വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഇന്ത്യ എന്ന് പറയുന്നത്, ഇന്ത്യ അഥവാ ഭാരത് എന്ന് പറയുന്നത് കൃത്യമായിട്ട് അത് ആർഷ ഭാരത സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഭരതൻ്റെ രാജ്യം എന്നുള്ളതിൻ്റെ ഭാരതം എന്നുള്ളതായിരിക്കണമെന്നും ആ ഭാരതത്തിനകത്ത് മനുസ്മൃതിയിൽ പറഞ്ഞതുപോലെ ഹിന്ദു ആയിട്ടുള്ള ആളുകൾക്ക്, ബ്രാഹ്മണിക്കൽ ഹിന്ദുത്വ പേറുന്ന ആളുകളുടെ രാഷ്ട്രമായിട്ട് ഈ രാഷ്ട്രം മാറണമെന്നുള്ളതും കൃത്യമായിട്ട് മുസ്ലിം ക്രിസ്ത്യാനി ആഭ്യന്തര ശത്രുക്കളായി പ്രഖ്യാപിച്ചവരെ ഈ രാജ്യത്തിൻ്റെ അകത്ത് നിന്ന് പടിയിറക്കണമെന്നും കൃത്യമായിട്ട് എഴുതി വെക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഈ ആശയത്തിൻ്റെ ഭാഗമായിട്ട് ഒരു രാഷ്ട്രസങ്കല്പം മുന്നോട്ടേക്ക് വെക്കുകയും ചെയ്യണമെന്നുള്ളതാണ് വിചാരധാര മുന്നോട്ടേക്ക് വെക്കുന്നത്. ഈ ആശയത്തെ പിൻപറ്റിക്കൊണ്ടാണ് RSS 1925 മുതൽ ഈ രാജ്യത്തിനകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് ഇടതുപക്ഷം മുന്നേ കണ്ട് ഈ രാജ്യത്തിനകത്ത് നിരന്തരം ഇടപെടുകയും അത് നിരവധി വേദികൾക്കകത്ത് ഈ സമൂഹത്തിനകത്ത് നിരന്തരമായിട്ട് വിളിച്ചു പറയുകയും ചെയ്തിട്ടുള്ള ഒരു ധാരയാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ RSS അതിൻ്റെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ശത്രുവായിട്ട് ഈ രാജ്യത്തിനകത്ത് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒരുപക്ഷെ ഈ ലോകത്ത് തന്നെ RSSൻ്റെ പ്രത്യയശാസ്ത്രത്തിൻ്റെ ശത്രു ഇടതുപക്ഷമാണ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് കൃത്യമായിട്ട് RSS പ്രഖ്യാപിക്കുകയാണ്. ഇത് വിചാരധാരക്കകത്ത് സവർക്കർ കൃത്യമായിട്ട് എഴുതി വെക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആഭ്യന്തര ശത്രുക്കൾ, നമ്മുടെ ആഭ്യന്തര ശത്രുക്കൾ ആരാണ് എന്നവർ പറഞ്ഞു വെക്കുകയാണ്. ആരാണ് ആഭ്യന്തര ശത്രുക്കൾ? ഒന്നാമത്തെ ശത്രു മുസ്ലിമാണ്, രണ്ടാമത്തെ ശത്രു ക്രിസ്ത്യാനിയാണ്, മൂന്നാമത്തെ ശത്രു കമ്മ്യൂണിസ്റ്റുകാരാണ്. മൂന്നാമത്തെ ശത്രുവിനെ ഇല്ലാതാക്കിയാൽ, ഒന്നും രണ്ടും ശത്രുക്കളെ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ഹിന്ദുത്വയെ സംബന്ധിച്ച്, ഹിന്ദുത്വവാദികളെ സംബന്ധിച്ച് യാതൊരു പ്രയാസമുള്ള കാര്യമല്ല എന്ന് അവർ കൃത്യമായിട്ട് ആ പുസ്തകത്തിൽ തന്നെ എഴുതി വെക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രാജ്യത്തിനകത്ത് ഇടതുപക്ഷധാരിയെ പരാജയപ്പെടുത്തുക, ഇടതുപക്ഷത്തെ ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അവർ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് നല്ല ധാരണയുണ്ട്, കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിത്തറയില്ലാത്ത, പ്രത്യയശാസ്ത്രത്തിൻ്റെ ബാധ്യതകളില്ലാത്ത ഒരു ആൾക്കൂട്ടം മാത്രമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ ജവഹർലാൽ നെഹ്റുവും രാജീവ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും അടക്കമുള്ള നേതാക്കന്മാരുള്ളത് കൊണ്ട് മാത്രം ആ നേതാക്കന്മാരുടെ തണലിനകത്ത് വളർന്ന ഒരു രാഷ്ട്രീയ ധാര എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് യാതൊരു പ്രത്യയശാസ്ത്ര ബാധ്യതയോ യാതൊരു പ്രത്യയശാസ്ത്രത്തിൻ്റെ ഉത്തരവാദിത്തമോ ഈ രാജ്യത്തിനകത്തോ ഈ ലോകത്തിനകത്തോ ഇല്ല എന്നുള്ളത് കൃത്യമായിട്ട് RSS മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ നേതാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ തന്നെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഹിന്ദുത്വയെ എങ്ങനെ വളർത്താമെന്നുള്ളതിനെക്കുറിച്ചുള്ള ഗവേഷണമാണ് RSS നടത്തിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഹൗ പ്രൈം മിനിസ്റ്റേഴ്സ് തിങ്ക് എന്ന് പറയുന്ന ഒരു പുസ്തകം നിലവിൽ വന്നിട്ടുണ്ട്. ആ പുസ്തകത്തിനകത്ത് വളരെ സ്പെസിഫിക്കായി എഴുതി വെച്ചൊരു കാര്യമുണ്ട്. ആ പുസ്തകത്തിനകത്ത് പറഞ്ഞു വെക്കുന്നത് ഈ രാജ്യത്തിനകത്ത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് എങ്ങനെ കോൺഗ്രസുമായി ചേർന്ന് നിൽക്കാമെന്നതിനെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന RSSൻ്റെ പ്രതിനിധികൾ നിരന്തരമായി ഇന്ദിരാഗാന്ധി വഴി രാജീവ് ഗാന്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവുകൾ അവർ ആ പുസ്തകത്തിനകത്ത് മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്. ഈ അയോധ്യയിൽ ബാബരി മസ്ജിദ് തകർത്തുകൊണ്ട് അവിടെ രാമക്ഷേത്രം സ്ഥാപിക്കണമെന്നുള്ളതും ആ രാമക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ അവകാശം ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് നൽകുമെന്നുള്ള കപട വാഗ്ദാനം കൂടി RSS മുന്നോട്ടേക്ക് വെക്കുകയും ആ കപട വാഗ്ദാനത്തിൽ വിശ്വസിച്ച് അതിൽ മനമയക്കി അയോധ്യയിലെ പള്ളി പൊളിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് കൂട്ടുനിന്നുണ്ടെന്ന് പച്ചയായിട്ടുള്ള ഒരു പരസ്യമായിട്ട് നമ്മുടെ കൺമുന്നിലുണ്ട് എന്നുള്ളത് കാണാൻ വേണ്ടി സാധിക്കും. VP സിംഗ് അടക്കമുള്ള ധീരരായിട്ടുള്ള പ്രധാനമന്ത്രിമാർ ഈ രാജ്യത്തിനകത്ത് അദ്വാനി നടത്തിയിട്ടുള്ള രഥയാത്രയെ തടയുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് അധികാരം തന്നെ നഷ്ടപ്പെട്ടാലും ശരി ഈ രഥയാത്ര ഞാൻ തടയുമെന്ന് ഈ രാജ്യത്തിനകത്ത് പ്രഖ്യാപിക്കുകയും മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി എൻ്റെ ജീവൻ തന്നെ ബലിയർപ്പിക്കേണ്ടി വന്നാലും ഞാനത് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച VP സിംഗ് അടക്കമുള്ള പ്രധാനമന്ത്രിമാർ ആ രാജ്യത്തകത്ത് ഉണ്ടായിരുന്നു. പക്ഷേ രാജീവ് ഗാന്ധി അടക്കമുള്ള ഇന്ദിരാഗാന്ധി അടക്കമുള്ള ആളുകൾ രാമക്ഷേത്രം ഏത് വിധേനയും പണിയുന്നതിന് തങ്ങളെതിരല്ല എന്നും അതിനുവേണ്ടി എന്ത് സഹായവും ഞങ്ങൾ ചെയ്യാമെന്നും പറഞ്ഞിട്ടുള്ളത് രാജീവ് ഗാന്ധി അടക്കമുള്ള ആളുകൾ കൃത്യമായിട്ട് ഈ RSSൻ്റെ നേതാക്കന്മാരോടും RSSൻ്റെ പ്രതിനിധികളോടും പറഞ്ഞു എന്നതിന് ചരിത്രപരമായ വസ്തുതയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പള്ളിക്കകത്ത് രാമൻ്റെ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കുന്നതിനും അവിടെ ജവഹർലാൽ നെഹ്റു എടുത്ത് സരയൂ നദിയിലേക്ക് കളയാൻ പറഞ്ഞിട്ടുള്ള വിഗ്രഹത്തെ തിരിച്ച് അയോധ്യ പള്ളിയിലേക്ക് കടത്തിക്കൊണ്ടുവരികയും അവിടെ പൂജ ചെയ്യുന്നതിന് വേണ്ടി ഹിന്ദുത്വവാദികൾക്ക് അവസരമൊരുക്കി കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയായിരുന്നു കാണാൻ വേണ്ടി സാധിക്കും. അതിന് തുടർച്ചയായി വന്ന PV നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറ് രഥയാത്രയ്ക്ക് അനുമതി നൽകുകയും രഥയാത്രയുടെ അവസാനം മന്ദിർ വഹാം ബനായകെ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ലാൽകൃഷ്ണ അദ്വാനിയുടെ നേതൃത്വത്തിൽ അവിടെ കർസേവകർ അടക്കമുള്ള ആളുകൾ പള്ളി പൊളിക്കുന്ന ഘട്ടത്തിൽ ഒന്ന് വിരഞ്ഞൊടിച്ചാൽ ഓടി വരാവുന്ന ഇന്ത്യൻ പട്ടാളം ഒരുപക്ഷേ ലോകത്ത് തന്നെ ഏറ്റവും ശക്തമാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടിരുന്ന 90കളിൽ അവകാശപ്പെട്ടുകൊണ്ടിരുന്ന എത്രയോ യുദ്ധങ്ങൾക്കകത്ത് പാകിസ്ഥാനെയും
ചൈനയടക്കമുള്ള രാജ്യങ്ങളുമായി യുദ്ധം ചെയ്ത് പരിശീലനം നേടിയിട്ടുള്ള ഇന്ത്യൻ പട്ടാളം ആ വിരൽ ഞൊടിച്ചാൽ എത്തുന്ന സ്ഥാനത്തുണ്ടായിരുന്നിട്ട് പോലും അവരെയൊന്നും ഒരു ഫോൺ കോൾ എടുത്തിട്ടോ അല്ലെങ്കിൽ ഒന്ന് വിളിച്ചു പറയുകയോ ചെയ്യാതെ അവരെ ആ എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ നിന്നാൽ മതി, പട്ടാളം അവിടെ നനങ്ങേണ്ടതില്ല എന്ന് പ്രഖ്യാപിക്കുകയും അവിടെ പള്ളി പൊളിക്കുന്ന ഘട്ടത്തിൽ തൻ്റെ പൂജാമുറിക്കകത്ത് പ്രാർത്ഥനയിൽ മുഴുകുകയും ചെയ്ത ഒരു പ്രധാനമന്ത്രി കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഈ രാജ്യത്തിന്, കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഈ രാജ്യത്തിന് സംഭാവന ചെയ്തു എന്നുള്ളതാണ് ചരിത്രത്തോട് കോൺഗ്രസ് കാണിച്ചിട്ടുള്ള ഏറ്റവും വലിയ ചതി എന്ന് പറയുന്നത്. ഈ ഇന്ത്യൻ മതനിരപേക്ഷതയോട്, ഇന്ത്യൻ ജനാധിപത്യത്തോട് കാണിച്ചിട്ടുള്ള ഏറ്റവും വലിയ ചതി എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് 94-ൽ ബാബരി മസ്ജിദ് ഡിസംബർ 6-ന് ബാബരി മസ്ജിദ് തകർക്കപ്പെടുകയും അതിനുശേഷം ഇങ്ങോട്ട് ഞങ്ങളിതാ അമ്പലം പണിയാൻ വേണ്ടി പോവുകയാണ്, രാമക്ഷേത്രം പണിയാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഈ ഹിന്ദി ഹൃദയ ഭൂമിക്കകത്തുള്ള ഹിന്ദുത്വ ആശയമുള്ള ഹിന്ദുക്കളായിട്ടുള്ള പിറന്ന മനുഷ്യരെല്ലാം തങ്ങളുടെ ഒരു പ്രസ്ഥാനം, തങ്ങൾക്ക് വേണ്ടിയിട്ട് ഹിന്ദുക്കളുടെ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നിലവിൽ വന്നിരിക്കുന്നു. അത് BJP ആണ്, ഭാരതീയ ജനതാ പാർട്ടിയാണെന്ന് ജനങ്ങളെ കപടപരമായി വിശ്വസിപ്പിച്ചുകൊണ്ട് ആ രാഷ്ട്രീയത്തിലേക്ക് ഹിന്ദുക്കളെ അടുപ്പിക്കുകയും അതോടൊപ്പം തന്നെ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ തകർച്ച അവിടെ നിന്ന് ആരംഭിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. 2004-ൽ അധികാരത്തിൽ വന്നിട്ടുള്ള UPA ഗവൺമെൻറ് ചരിത്രം നമുക്ക് പരിശോധിക്കാൻ വേണ്ടി സാധിക്കണം. 1998-ലടക്കം വാജ്പേയി നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വരികയും രാജ്യത്തിനകത്ത് കൃത്യമായിട്ട് വർഗീയതയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഇടപെടലും ഭരണകൂടത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്ന ഘട്ടത്തിൽ നിരവധിയായിട്ട് സമരങ്ങൾക്ക് ഇടതുപക്ഷ നേതൃത്വം നൽകിയെന്ന് കാണാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ തുടർച്ച എന്നുള്ള രീതിയിലാണ് 2004-ൽ BJPയുടെ ഗവൺമെൻറ് പരാജയപ്പെടുകയും അവിടെ UPA എന്ന് പറയുന്ന പുതിയൊരു സഖ്യം മുന്നോട്ടേക്ക് വരികയും ചെയ്തത്. 64 MPമാരുണ്ടായിരുന്ന ഇന്ത്യൻ ഇടതുപക്ഷം ഒരു മന്ത്രിസ്ഥാനം പോലും ആവശ്യപ്പെടാതെ, ഒരു ക്യാബിനറ്റ് പദവി പോലും ആവശ്യപ്പെടാതെ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ നിങ്ങൾക്ക് കയ്യിലേക്ക് വെച്ച് തരികയാണ്, ഇത് ഈ രാജ്യത്തിനകത്ത് നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് കോൺഗ്രസിനെ അധികാരത്തിലെത്തുന്നതിന് വേണ്ടി ഇന്ത്യൻ ഇടതുപക്ഷം തയ്യാറാവുകയാണ്. ഒരുപക്ഷെ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നയങ്ങളോടെല്ലാം ബൂർഷകളോട് സ്വീകരിക്കുന്ന നയങ്ങളോടും അതുപോലെ തന്നെ ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയങ്ങളെയും ശക്തമായി എതിർക്കുന്ന ഇടതുപക്ഷം പക്ഷേ വർഗീയതയെ അകറ്റി നിർത്തുന്നതിന് വേണ്ടി UPA ഗവൺമെൻറ് അധികാരത്തിലെത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് 2004-നകത്ത്. അങ്ങനെ അധികാരത്തിൽ വന്നിട്ടുള്ള UPA ഗവൺമെൻറ്റിനെ കൊണ്ട് ഇന്ത്യൻ ഇടതുപക്ഷം ചെയ്യിപ്പിച്ച ഏറ്റവും മഹത്തായ കാര്യമാണ് തൊഴിലുറപ്പ് പദ്ധതിയും വിവരാവകാശ നിയമവും എന്ന് ചരിത്രം പരിശോധിച്ച് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഇടതുപക്ഷം ആ UPA ഗവൺമെൻറ് പിന്തുണ പിൻവലിച്ചത് ഏത് സാഹചര്യത്തിലാണെന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായി ആസിയാൻ കരാറും ആണവ കരാറടക്കമുള്ള കരാറുകളിൽ ഒപ്പിടുകയും ആ കരാറുമായിട്ട് അമേരിക്കയ്ക്ക് കീഴ്പ്പെട്ടുകൊണ്ട് മറ്റ് ഏഷ്യയിലെ തന്നെ മറ്റ് ഓസ്ട്രേലിയ അടക്കമുള്ള ജപ്പാൻ അടക്കമുള്ള മറ്റ് രാജ്യങ്ങളോട് കീഴ്പ്പെട്ടുകൊണ്ട് ഈ രാജ്യത്തിനകത്തുള്ള ഇറക്കുമതികൾ വർദ്ധിക്കുകയും ഇവിടെ നിന്നുള്ള റബ്ബർ അടക്കമുള്ള കയറ്റുമതികൾ ഇല്ലാതാകുകയും ചെയ്യുന്ന ഏറ്റവും നിശ്ചിതമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് ഈ UPA ഗവൺമെൻറ് കടക്കുന്ന ഘട്ടത്തിലാണ് ഇന്ത്യൻ ഇടതുപക്ഷം ജനങ്ങളെ അഭിലാഷം മുൻനിർത്തിക്കൊണ്ട് ആ പിന്തുണ പിൻവലിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്. അവിടെ തകരുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നയിക്കുന്ന UPA എന്ന് പറയുന്ന മുന്നണി എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ആ മുന്നണിയുടെ തകർച്ച എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഹിന്ദുത്വവാദികൾക്ക് ഇന്ന് കാണുന്ന തരത്തിലുള്ള, ഇന്ന് 2024 ജനുവരി 10-ാം തീയതി രാജ്യം കാണുന്ന ഏറ്റവും വലിയ അപകടമായിട്ട് ഈ രാജ്യത്തിൻ്റെ ഭരണകൂടത്തിനകത്ത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് മനുസ്മൃതി അടക്കമുള്ള ഏറ്റവും കിരാതമായിട്ടുള്ള ഒരു രീതി, ഒരു നിയമാവലി ഈ രാജ്യത്തിനകത്ത് നടപ്പിലാക്കാൻ വേണ്ടി പൗരത്വ ഭേദഗതിയിലൂടെയും അതുപോലെ തന്നെ മുത്തലാഖ് ബില്ലിലൂടെയും ന്യൂനപക്ഷങ്ങളെയും അതുപോലെ തന്നെ തങ്ങളുടെ ആശയങ്ങൾക്ക് എതിര് നിൽക്കുന്ന ആളുകളെയെല്ലാം തന്നെ കൊന്നുകൊണ്ട് ഈ രാജ്യത്ത് നിന്ന് നാട് കടത്തിക്കൊണ്ട് ഇല്ലാതാക്കുന്ന, തങ്ങൾ മാത്രം ഇവിടെ ഉണ്ടായാൽ മതി എന്ന് പറയുന്ന സവർണ മേധാവിത്വത്തിൻ്റെ രാഷ്ട്രീയത്തിന് ഈ രാജ്യത്തിനകത്ത് ഇടപെടാൻ വേണ്ടി എല്ലാവിധ അവസരങ്ങളും ഒരുക്കി കൊടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന മൃദു ഹിന്ദുത്വവാദികളാണ്. അഥവാ ഒരുപക്ഷെ RSS ഇല്ലായിരുന്നെങ്കിൽ ഈ രാജ്യത്തിനകത്ത് തീവ്ര ഹിന്ദുത്വവാദികൾ തങ്ങളാണെന്ന് സ്വയം അവകാശപ്പെട്ടിരുന്ന കമൽനാഥിനെ പോലെയും പ്രിയങ്ക ഗാന്ധിയെ പോലെയുമുള്ള ആളുകൾ നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ജനുവരി 22-ാം തീയതി രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം നടക്കാൻ വേണ്ടി പോവുകയാണ്. തങ്ങളാണ് പള്ളി പൊളിക്കുന്നതിന് വേണ്ടിയിട്ട്, രാജീവ് ഗാന്ധി അടക്കമുള്ള ആളുകളാണ് പള്ളി പൊളിക്കുന്നതിന് വേണ്ടി RSSന് സഹായം ചെയ്തു കൊടുത്തത്, അതുകൊണ്ട് അതിൻ്റെ ക്രെഡിറ്റ് ഞങ്ങൾക്ക് തരണമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് രാമക്ഷേത്രം പണിയുന്നത് ഞങ്ങളുടെ കരുണ കൊണ്ടാണ്, ഞങ്ങളുടെ കാരുണ്യം കൊണ്ടാണെന്ന് ഇവിടുത്തെ മതനിരപേക്ഷവാദികളുടെ ഹൃദയത്തിനകത്തേക്ക് കല്ലെടുത്തെറിഞ്ഞുകൊണ്ട്, ഇവിടെ ചെയ്തുകൊണ്ട് ഹൃദയത്തിനകത്തേക്ക് മുറിവേൽപ്പിച്ചുകൊണ്ടാണ് ഈ ഇന്ത്യ രാജ്യത്തിനകത്ത് മതനിരപേക്ഷ ഇന്ത്യക്കകത്ത് നിന്ന് ഏറ്റവും വലിയ മതനിരപേക്ഷ പ്രസ്ഥാനമെന്ന് അവകാശപ്പെട്ടിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇവിടെ പറയുന്നതെന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇന്നലെ ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ്റിന്, രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അങ്ങേയറ്റം മൗനമായി പോയ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി നമ്മൾ കണ്ടിട്ടുണ്ട്. ഗുജറാത്ത് കലാപത്തിൻ്റെ ഭാഗമായിട്ട് അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും ബലാത്സംഗം ചെയ്യപ്പെടുകയും തൻ്റെ കുടുംബത്തിലെ
14ഓളം പേർ കൊല്ലപ്പെടുകയും കണ്ണിന് മുന്നിൽ കൊല്ലപ്പെടുകയും തൻ്റെ ചെറിയ കുഞ്ഞിനെ കാല് പിടിച്ച് തല പാറക്കടിച്ച് കൊല്ലുന്നത് നേരിൽ കാണുകയും ചെയ്ത ബിൽക്കിസ് ബാനു എന്ന് പറയുന്ന ഗുജറാത്ത് കലാപത്തിൻ്റെ ഏറ്റവും വലിയ ഇര ഇന്നലെ രാജ്യത്തിനകത്ത് വലിയ നീതി കണ്ടെത്തിക്കൊണ്ട് ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷവാദികളുടെ മുന്നിലും ജനാധിപത്യവാദികളുടെ മുന്നിലും ഈ രാജ്യത്തിനകത്തുള്ള നിയമം, ഈ അവസാനത്തെ പൗരനും അവസാനത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യനും ഈ നിയമമെല്ലാം എവിടെയെങ്കിലും നമുക്ക് സംരക്ഷണം നൽകുമെന്നുള്ള അവസാനത്തെ പ്രതീക്ഷയെങ്കിലും ഈ രാജ്യത്തിൻ്റെ മുന്നിലേക്ക് വെക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. ആ സാഹചര്യമുള്ള ഘട്ടത്തിൽ പോലും, അത്തരമൊരു സാഹചര്യത്തിലൂടെ രാജ്യം കടന്നു പോകുന്ന ഘട്ടത്തിൽ പോലും അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി അവിടെ പോകുന്നതിന് വേണ്ടി സാരി എടുക്കുന്നതിന് വേണ്ടി മാർക്കറ്റുകൾ കയറിയിറങ്ങുന്ന പ്രിയങ്ക ഗാന്ധിയെയും അതോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന കോൺഗ്രസിൻ്റെ സോണിയാഗാന്ധിയെയും നമ്മൾ കാണുകയാണ്. അതേസമയത്ത് മറ്റ് സ്ത്രീകൾ, CPIMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ട് സുഭാഷിണി അടക്കമുള്ള ആളുകൾ കോടതി വരാന്തകൾ കയറിയിറങ്ങിക്കൊണ്ട് ബിൽക്കിസ് ബാനുവിന് വേണ്ടി കേസുകൾ നടത്തിക്കൊണ്ട് ആ കേസിനകത്ത് നീതി ഉറപ്പാക്കുകയും ഗുജറാത്ത് ഗവൺമെൻറ് വിട്ടയച്ചിട്ടുള്ള കുറ്റവാളികളെ മുഴുവൻ തിരിച്ച് ജയിലിനകത്താക്കണമെന്ന് സുപ്രീം കോടതി വിധി പറഞ്ഞപ്പോൾ ആ വിധി സമ്പാദിക്കുന്നതിന് വേണ്ടി നിരന്തര രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക, ഒരു സംസ്ഥാനത്തിന് മാത്രം അധികാരത്തിലുള്ള ബംഗാളിനകത്തും ത്രിപുരക്കകത്തും പരാജയപ്പെട്ടു പോയ നിരന്തരമായ പരാജയങ്ങൾ, തെരഞ്ഞെടുപ്പിനകത്ത് പരാജയങ്ങൾ ഏറ്റുമായിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഈ സമൂഹത്തിനകത്ത് കൃത്യമായി ഇടപെടുന്നത് കാണുമ്പോഴാണ് ഈ പ്രഭാത് പട്നായിക് എന്ന് പറയുന്ന മാർക്സിസ്റ്റ് ആയിട്ടുള്ള പ്രഭാത് പട്നായിക് എന്ന് പറയുന്ന ഇടതുപക്ഷ സാമ്പത്തിക വിദഗ്ധൻ ഈ രാജ്യത്തിനകത്ത് പ്രഖ്യാപിച്ചിട്ടുള്ള ഏറ്റവും വലിയ പ്രഖ്യാപനത്തിന് അവിടെ അങ്ങേയറ്റം അർത്ഥമുണ്ടാവുന്നത് ഇടതുപക്ഷത്തിന് ഇന്ത്യയിൽ എന്ത് ഭാവി എന്നുള്ളതല്ല, ഇടതുപക്ഷമില്ലാത്ത ഇന്ത്യക്ക് എന്ത് ഭാവി എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ ചോദ്യമെന്ന് പ്രഭാത് പട്നായിക് ഈ രാജ്യത്തിലെ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് ആ ചോദ്യത്തിൻ്റെ പ്രസക്തി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇടതുപക്ഷം ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ വാച്ചാത്തി അടക്കമുള്ള, ബിൽക്കിസ് ബാനു അടക്കമുള്ള എത്രയോ കേസുകൾ, എത്രയോ ജനങ്ങൾ, പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യർ ഒരുപക്ഷെ നീതി പോലും ലഭിക്കാതെ ഈ ഭൂമിക്കകത്ത് ജീവിച്ച് മരിച്ചു പോകേണ്ടിയിരുന്ന മനുഷ്യരെ നീതി ലഭിക്കുന്ന മനുഷ്യരാക്കിയിട്ട് ഈ രാജ്യത്തിനകത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ തെരുവുകളിൽ സമരം ചെയ്തുകൊണ്ട്, കോടതി മുറികൾക്കകത്ത് നിയമപരമായി പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ടേക്ക് വന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ രാജ്യത്ത് ഇടതുപക്ഷത്തിന് എന്ത് പ്രസക്തി എന്ന് നിരന്തരമായ ചോദ്യങ്ങൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഞാൻ ഈ സംസാരിക്കുന്ന ഈ ഘട്ടത്തിൽ പോലും ബംഗാളിനകത്ത് ഇടതുപക്ഷം ഒരുപക്ഷെ ഒരു കാലത്ത് നമ്മളെല്ലാം തന്നെ കളിയാക്കലുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നും ഇടതുപക്ഷ പ്രവർത്തകനാണ്, കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറയുമ്പോൾ ഇവിടെ വലതുപക്ഷത്തിൻ്റെയും കോർപ്പറേറ്റുകളുടെയും വായിൽ നിന്ന് നമ്മൾ എന്നും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കളിയാക്കലാണ് ബംഗാളിൽ തകർന്നില്ലാതായി പോയവർ, ബംഗാളിൽ അടപടലമില്ലാതായി പോയവർ, ത്രിപുരക്കകത്ത് പരാജയപ്പെട്ടു പോയവർ എന്ന് 3 സംസ്ഥാനങ്ങളിൽ മാത്രം അധികാരത്തിലുണ്ടായിരുന്നവർ ഇന്നിതാ കേരളം എന്ന് പറയുന്ന കൊച്ചു തുരുത്തിൽ മാത്രം ഇതാ അവശേഷിക്കപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള ഏറ്റവും ദയനീയമായ ഒരു സാഹചര്യത്തിൽ നോക്കി അവർ നിരന്തരമായി കളിയാക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ബംഗാളിനകത്ത് നമ്മൾ ഇന്നലെ കണ്ടു DYFI എന്ന് പറയുന്ന പ്രസ്ഥാനം അതിശക്തമായിട്ടുള്ള ബ്രിഗേഡ് മൈതാനി എന്ന് പറയുന്ന 10 ലക്ഷത്തിൽ പരം ആളുകൾക്ക് നിൽക്കാൻ കഴിയുന്ന ഒരു മൈതാനിക്കകത്ത് തടിച്ചുകൂടിക്കൊണ്ട് അവിടെ ഒരു മഹാറാലി നടത്തുകയാണ്. ആ റാലിക്കകത്ത് അപാലവൃദ്ധം ജനങ്ങളും അവിടത്തേക്ക് കടന്നു വരുന്നൊരു സാഹചര്യമുണ്ട്. എന്താണ് ബംഗാളിലെ സാഹചര്യം? എങ്ങനെയാണ് ബംഗാൾ ഇന്നത്തെ ബംഗാളായത്? 34 വർഷം അധികാരത്തിലിരുന്ന പശ്ചിമ ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനത്തിനകത്ത് കൃത്യമായ സ്ട്രാറ്റജിയോട് കൂടിയിട്ട്, അമേരിക്കൻ ഫണ്ടോട് കൂടിയിട്ട്, CIA എന്ന് പറയുന്ന അമേരിക്കൻ ചാര സംഘടനയുടെ ഫണ്ടോട് കൂടിയിട്ട് എങ്ങനെ വളർന്നു വരുന്ന ഇടതുപക്ഷധാരയെ ഇല്ലാതാക്കാം. 1ാം UPA ഗവൺമെൻറ് ചരിത്രമുണ്ട്. BJPയുടെ ഗവൺമെൻറ്റിനെ പിന്നിലാക്കുന്നതിന് വേണ്ടി, BJPയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വരാതിരിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പിന്തുണ നൽകിയ 64 എംപിമാരിൽ 38 എംപിമാരെയും സംഭാവന ചെയ്ത ബംഗാൾ എന്ന് പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഉരുക്കുകോട്ടയായ ബംഗാളിനകത്ത് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തുക അത് എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. പക്ഷേ എങ്ങനെയെങ്കിലും ജനവിരുദ്ധ സർക്കാരാക്കി ഈ സർക്കാരിനെ മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അവിടെ ഒരു വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് സ്ഥലമേറ്റെടുക്കുന്ന ഘട്ടം വരികയും ആ സ്ഥലമേറ്റെടുക്കുന്ന സമയത്ത് പോലീസിനകത്തേക്ക് തൃണമൂലിൻ്റെയും RSSൻ്റെയും പ്രവർത്തകരെ നുഴഞ്ഞു കയറ്റിക്കൊണ്ട് പോലീസ് യൂണിഫോം അണിഞ്ഞ് വെടിവെപ്പ് നടത്തുകയും 13 കർഷകർ അവിടെ കൊല ചെയ്യപ്പെടുകയും ചെയ്തു. ഈ സാഹചര്യമാണ് ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തെ അവിടെ പരാജയപ്പെടുത്താൻ. ഇടതുപക്ഷത്തിന് ചില പോരായ്മകളൊക്കെ സംഭവിച്ചു, ജനങ്ങളുമായി ബന്ധത്തിൻ്റെ ഭാഗമായിട്ട് ചില പോരായ്മകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ആ പോരായ്മകൾ തിരിച്ചറിയുകയും അത് തിരുത്തിക്കൊണ്ട് നവീകരണ പ്രക്രിയയിലൂടെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ സമരം, അവിടെ നന്ദിഗ്രാം സമരം, സിംഗൂർ സമരം നടക്കുകയും ആ സമരത്തിൻ്റെ ഭാഗമായിട്ട് 13 കർഷകർ വെടിയേറ്റ് മരിക്കുകയും ചെയ്തിട്ടുള്ളത്. വർഷങ്ങൾക്ക് പുറത്ത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ സുവേന്ദു അധികാരി എന്ന് പറയുന്ന മമതാ ബാനർജിയുടെ അന്നത്തെ വലങ്കൈയായിട്ടുള്ള സുവേന്ദു അധികാരി BJPയിലേക്ക് രാഷ്ട്രീയ ചുവട് മാറ്റുകയും ആ വ്യക്തി വിളിച്ചു പറയുകയും ചെയ്യുകയാണ്. മമതാ ബാനർജിയുടെ പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ്
നന്ദിഗ്രാം സിംഗൂർ സമരത്തിൽ ആയുധധാരികളായിട്ടുള്ള തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് വേഷത്തിൽ ധരിച്ചുകൊണ്ട് ആ പോലീസിനകത്തേക്ക് കടന്നു ചെല്ലുകയും അവിടെ വെടിവെപ്പ് നടത്തുകയും 13 കർഷകർ അവിടെ കൊല ചെയ്യപ്പെടുകയും ചെയ്യുണ്ടായ സാഹചര്യമെന്ന് സുവേന്ദു അധികാരി വിളിച്ചു പറയുകയും, എന്നാൽ മമതാ ബാനർജി അതിനെ പ്രതിരോധിച്ചുകൊണ്ട് പറഞ്ഞത് ഞാനല്ല, സുവേന്ദു അധികാരിയാണ് ഈ സംഭവങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയതെന്ന് പറയുകയാണ്. അപ്പോൾ ഇവർ രണ്ടിൽ ആര് എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള സംശയം. ഇവർ രണ്ടിൽ ആര് എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് അവശേഷിക്കുന്നില്ല. കാരണം രണ്ടുപേരും ഒന്നായിരുന്നു. 2009 ഈ സമരം നടക്കുന്ന ഘട്ടത്തിൽ രണ്ടുപേരും ഒരു മുറിക്കകത്തിരുന്ന് ഒരേ ടേബിളിന് ചുറ്റുമിരുന്ന് ഒരു ഇപ്പുറത്തിരുന്ന് ആലോചിച്ച് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയിട്ടുള്ള ഈ ആക്ഷൻ എന്ന് പറയുന്നത് ഇടതുപക്ഷ ഗവൺമെൻറ്റോ ഇടതുപക്ഷത്തിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന അന്നത്തെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ് സംവിധാനങ്ങളോ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇടതുപക്ഷമായിരുന്നില്ല അന്ന് ഇതിൻ്റെ പ്രതികളെന്ന് പറയുന്നത്. ഇന്നും ഇടതുപക്ഷം അവിടെ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് തങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി തങ്ങളുടെ പോലീസിനകത്തേക്ക് നുഴഞ്ഞു കയറുകയും ഈ ആക്ഷൻ നടത്തുകയും ചെയ്തിട്ടുള്ള തൃണമൂൽ കോൺഗ്രസ് ഇന്നീ സംസ്ഥാനം ഭരിക്കുകയാണ്. RSSനെ കൂട്ടുപിടിച്ചുകൊണ്ട്, മാവോയിസ്റ്റുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് മുഖ്യധാര ഇടതുപക്ഷത്തിനെതിരെ അതിശക്തമായ സമരം നയിക്കുകയും ആ സമരത്തിൻ്റെ ഭാഗമായിട്ട് കപടപരമായിട്ടുള്ള ഇത്തരത്തിലുള്ളൊരു ഫേക്കായിട്ടുള്ള ഒരു എൻകൗണ്ടർ ഉണ്ടാക്കുകയും 13 കർഷകരെ കൊല ചെയ്യുകയും ചെയ്തു. അതിനുശേഷം അധികാരത്തിൽ വന്നിട്ടുള്ള തൃണമൂൽ കോൺഗ്രസിൻ്റെയും RSSൻ്റെയും നേതൃത്വത്തിലുള്ള RSSൻ്റെ പിന്തുണയോടുകൂടി അധികാരത്തിൽ വന്നിട്ടുള്ള തൃണമൂൽ കോൺഗ്രസ് 5000-ലധികം വരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരെയാണ് ബംഗാളിനകത്ത് കൊല്ലുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത്. അത്തരത്തിൽ അതിഭീകരമായ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വേട്ടയാടപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ബംഗാളിനകത്തുണ്ടായിരുന്നത്. ഒരു ബൂത്തിനകത്തേക്ക് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി പോലും കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ബംഗാളിനകത്ത് നിലനിന്നിരുന്നത് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇന്നിതാ അതിനെയെല്ലാം പകഞ്ഞു മാറ്റിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഭരണകൂടത്തിൻ്റെ എല്ലാ ഇടപെടലുകളെയും അതിശക്തമായി തള്ളി മാറ്റിക്കൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിൻ്റെ, കർഷക രാഷ്ട്രീയത്തിൻ്റെ പ്രഖ്യാപനവുമായിട്ട് യുവജനങ്ങളെ വഞ്ചിക്കുന്ന രാഷ്ട്രീയത്തിനെതിരെ ഇൻസാഫ് ബ്രിഗേഡ് എന്ന് പറയുന്ന നീതിയാത്ര നടത്തിക്കൊണ്ട് ബംഗാളിലെ യുവ പോരാളികളായിട്ടുള്ള യുവ ബംഗാൾ എന്ന് പറയുന്ന DYFI അടക്കമുള്ള സംഘടനകൾ രൂപീകരിക്കുന്നതിന് വേണ്ടി ഏറ്റവും അധികം പ്രയത്നിച്ചിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പോരാട്ടത്തിനടക്കം പ്രവർത്തിച്ചിട്ടുള്ള യുവബംഗാളിൻ്റെ ചരിത്രമേറുന്ന യുവബംഗാളിൻ്റെ പ്രവർത്തകരുടെ ചോര പൊടിഞ്ഞ മണ്ണായിട്ടുള്ള ബംഗാളിനകത്ത് യുവ പോരാളികൾ ഇന്നലെ ബ്രിഗേഡ് മൈതാനിക്കകത്ത് പോലീസിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും വകഞ്ഞു മാറ്റിക്കൊണ്ട് ആ റാലിക്കകത്തേക്ക് കടന്നു വന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ത്യൻ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ബംഗാൾ പരാജയപ്പെട്ടു പോയാൽ അടുത്തതുള്ളത് പറയുന്നത് കേരളമാണ്. കേരളത്തിനകത്ത് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് നമ്മൾ കാണുന്ന തരത്തിലുള്ള സാമ്പത്തിക ഉപരോധവുമായിട്ട് BJP ഗവൺമെൻറ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തുക. നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അതുപോലെ തന്നെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ ത്രിപുരക്കകത്ത് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തി. ത്രിപുരക്കകത്ത് ഇടതുപക്ഷം പരാജയപ്പെട്ട സാഹചര്യങ്ങളൊക്കെ സഖാക്കൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. കോൺഗ്രസിൻ്റെ വോട്ട് വാങ്ങുകയും കോൺഗ്രസിന് പണം കൊടുത്തുകൊണ്ട് ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ തന്നെ 34% വോട്ടുണ്ടായിരുന്ന കോൺഗ്രസിന് 2% വോട്ടാകുകയും മുഴുവൻ വോട്ടുകളും BJPയിലേക്ക് വകമാറ്റുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ത്രിപുരക്കകത്ത് ഇടതുപക്ഷത്തെ പരാജയപ്പെടുന്നതിന് വേണ്ടി കോൺഗ്രസിനെ കൂട്ടുപിടിച്ചുകൊണ്ട് RSS ഒരു സ്ട്രാറ്റജി പുറത്തിറക്കിയെന്ന് കാണാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ ഭാഗമായാണ് പിന്നീട് അക്രമ പ്രവർത്തനങ്ങളിലൂടെ ബൂത്ത് കയ്യേറ്റം നടത്തുകയും ബാലറ്റുകൾ കൈക്കലാക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ബംഗാളിനകത്തും ത്രിപുരക്കകത്തും ഇടതുപക്ഷത്തിന് കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ് അവിടെ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിനകത്ത് അവശേഷിക്കുന്ന ഇടതുപക്ഷത്തെക്കുറിച്ച് നരേന്ദ്രമോദിയും അമിത്ഷായും പറഞ്ഞ സാഹചര്യം സഖാക്കൾ ഓർക്കുന്നുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. അമിത്ഷാ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ത്രിപുരക്കകത്ത് ഇടതുപക്ഷം പരാജയപ്പെട്ടു RSSൻ്റെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെൻറ് അവിടെ വിജയിച്ചപ്പോൾ അമിത്ഷാ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഞങ്ങളിതാ ഈ രാജ്യത്തിനകത്ത് ആദ്യമായി ഒരു പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഒരു വിജയം ഞങ്ങൾ കരസ്ഥമാക്കിയിരിക്കുന്നു. കാരണം കോൺഗ്രസിനെ പരാജയപ്പെടുത്തി, എത്രയോ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തുന്നുണ്ട്. ഈ രാജ്യത്തെ കോൺഗ്രസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അധികാരത്തിൽ വന്നവരാണ്. പക്ഷേ അതൊന്നും അവർക്കൊരു പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വിജയമായിട്ട് പരിഗണിക്കാൻ വേണ്ടി സാധിച്ചില്ല. കാരണം എന്താണ്? RSSൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്, ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന് അതിശക്തമായ എതിരാളികളെന്ന് പറയുന്നത് നമുക്കറിയാം. അത് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രമാണ്, മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രമാണെന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതാണ്. കാരണം അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ നാസിസ്റ്റ് ജർമ്മനിയും അതുപോലെ തന്നെ മുസോളിനിയുടെ ഫാസിസ്റ്റ് ഇറ്റലിക്കകത്തും കൃത്യമായിട്ട് ഇതിനെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് വന്നിട്ടത് സോവിയറ്റ് ചെമ്പടയാണെന്ന് കാണാൻ വേണ്ടി സാധിക്കും. കാരണം കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിനോ മാർക്സിസ്റ്റ് തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന് മാത്രമേ ഇത്തരത്തിലുള്ള ഫാസിസ്റ്റ് മൂവ്മെൻറ്റുകളെ പ്രതിരോധിക്കാൻ വേണ്ടി പറ്റൂ എന്നുള്ള ചരിത്രപരമായ വസ്തുതയിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയും BJPയുടെ മുൻ അധ്യക്ഷനുമായിട്ടുള്ള അമിത്ഷാക്ക് അത്തരം ഒരു പ്രഖ്യാപനം മുന്നോട്ടേക്ക് വെക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. കാരണം ഞങ്ങളിതാ ഒരു പ്രത്യയശാസ്ത്രപരമായ വിജയം ഈ രാജ്യത്തിനകത്ത് നടപ്പിലാക്കിയിരിക്കുന്നു, കമ്മ്യൂണിസ്റ്റുകളെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. അതിനുള്ള ശ്രമമാണ്, ആ പ്രത്യയശാസ്ത്ര വിജയത്തിനുള്ള അടുത്ത ശ്രമമാണ് അവർ കേരളത്തിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് കാണാൻ വേണ്ടി സാധിക്കണം.
നരേന്ദ്രമോദി പ്രഖ്യാപിക്കുന്നുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ എളുപ്പമുള്ള കാര്യമാണ്. കാരണം കൃത്യമായിട്ട് നിരവധിയായി അഴിമതി കാണിക്കുന്ന നേതാക്കന്മാർ കോൺഗ്രസിനകത്തുണ്ട്. അവരെയൊക്കെ BJPയിലേക്ക് അടുപ്പിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമല്ല എന്ന് നരേന്ദ്രമോദി പറഞ്ഞു വെക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴത്തേക്കും കോൺഗ്രസ് നേതാക്കന്മാർ കൃത്യമായിട്ട് BJPയായി മാറുമെന്നൊരു സാഹചര്യം നമ്മളെല്ലാം മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. കാരണം രാത്രി കോൺഗ്രസ് ഓഫീസ് അടച്ച് വീട്ടിലേക്ക് പോയിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാവ് രാവിലെ ഉറക്കമുണർന്ന് അടുത്ത് പോകുന്നത് BJP ഓഫീസിലേക്കാണ്. അങ്ങനെ 51% വരുന്ന കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ് ഇന്ന് പാർലമെൻറ്റിലിരിക്കുന്ന BJP എംപിമാരിൽ 51% ആളുകളും കോൺഗ്രസിൻ്റെ മുൻ മുഖ്യമന്ത്രിമാരും MPമാരും MLAമാരും ആയിരുന്ന ആളുകളാണെന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കണം. ഈ ചരിത്ര വസ്തുത നിലനിർത്തിക്കൊണ്ടാണ് നരേന്ദ്രമോദി പ്രഖ്യാപിക്കുന്നത് കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക എന്ന് പറയുന്നത്. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്വപ്നമാണ്. ആ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമില്ല. പക്ഷേ നിങ്ങളിത് ആ കേരളത്തിലേക്ക് നോക്കൂ. ബംഗാളിനകത്തുണ്ടായിരുന്നു, ത്രിപുരക്കകത്തുണ്ടായിരുന്നു, പക്ഷേ അവിടെയൊക്കെ ഞങ്ങൾ പരാജയപ്പെടുത്തി. ഇതാ കേരളത്തിനകത്തേക്ക് നിങ്ങൾ നോക്കൂ. കേരളത്തിനകത്ത് ഒരു പ്രത്യയശാസ്ത്രമുണ്ട്. ആ പ്രത്യയശാസ്ത്രം ഭയക്കേണ്ട പ്രത്യയശാസ്ത്രമാണ്. ആർക്ക് ഭയക്കേണ്ടതാണ്? നരേന്ദ്രമോദിയുടെ ആശയത്തിന് ഭയക്കേണ്ട പ്രത്യയശാസ്ത്രമാണ്. നരേന്ദ്രമോദിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ഭയക്കേണ്ട പ്രത്യയശാസ്ത്രം കേരളത്തിനകത്തുണ്ട്. ആ കേരളത്തിനകത്തുള്ള പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരാണ് മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രം. ആ മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രം ഹിന്ദുത്വവാദികളെ സംബന്ധിച്ച് അപകടമുള്ള പ്രത്യയശാസ്ത്രമാണ്. ആ അപകടമുള്ള പ്രത്യയശാസ്ത്രം ഈ കേരള സംസ്ഥാനത്തിനകത്ത് ഭരണം നയിക്കുമ്പോൾ വളരെ മികച്ച രീതിയിൽ ലോകത്തിന് തന്നെ മാതൃകയാവുന്ന രീതിയിൽ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ഒരു ഗവൺമെൻറ് മുന്നോട്ടേക്ക് പോവുകയാണ്. കൃത്യമായി വലതുപക്ഷ കോർപ്പറേറ്റുകളുടെ ഈ സാമ്പത്തിക നയങ്ങൾക്ക് ബദലായിക്കൊണ്ട്, ഒരു ആൾട്ടർനേറ്റീവ് ആയിക്കൊണ്ട് എങ്ങനെ ഒരു ഇടതുപക്ഷ സാമ്പത്തിക നയം ഒരു കൊച്ചു സംസ്ഥാനത്തിനകത്ത് നടപ്പിലാക്കാമെന്നുള്ളതിൻ്റെ എല്ലാ മാതൃകകളും കാണിച്ചുകൊണ്ടാണ് ആ ഗവൺമെൻറ് ഈ കേരളത്തിലിരിക്കുന്ന പിണറായി സർക്കാർ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കണം. കോവിഡിൻ്റെ കാലഘട്ടത്തിൽ, പ്രളയത്തിൻ്റെ കാലഘട്ടത്തിലൊക്കെ നമ്മളിത് കണ്ടതാണ്. കോവിഡിനെ കൃത്യമായി പ്രതിരോധിക്കുന്ന ലോകത്ത് ഇടതുപക്ഷ ശക്തികൾക്ക് എവിടെയൊക്കെ സ്വാധീനമുണ്ടോ അവിടെയൊക്കെ കോവിഡിനെ എങ്ങനെ പ്രതിരോധിച്ചു? കേവലം ഒരു രോഗത്തിനെ പ്രതിരോധിക്കുക, ഒരു വൈറസിനെ പ്രതിരോധിക്കുക അപ്പുറത്തേക്ക് ആ വൈറസ് ഉണ്ടാക്കുന്ന സാമൂഹിക സാമ്പത്തിക ആഘാതങ്ങളെ കൂടി തൊഴിലാളി വർഗപരമായി കണ്ട് എങ്ങനെ പ്രതിരോധിക്കാമെന്നുള്ളതിൻ്റെ ഏറ്റവും ഉദാത്തമായ മാതൃക കാണിച്ചു കൊടുത്ത രാജ്യങ്ങൾ എന്ന് പറയുന്നത് ചൈനയും വിയറ്റ്നാമും ക്യൂബയുമാണെന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലതുപക്ഷ ബൂർഷ്വ ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യത്തിനകത്ത് ഒരു കൊച്ചു സംസ്ഥാനം ഇതിനെയൊക്കെ, ഈ സാമ്പത്തിക നയങ്ങൾക്കൊക്കെ ആൾട്ടർനേറ്റീവ് അഥവാ ബദൽ സംവിധാനം ഒരുക്കിക്കൊണ്ട് ഒരു സോഷ്യലിസ്റ്റ് ബദൽ രൂപീകരിച്ചുകൊണ്ട് ഒരു സംസ്ഥാനത്തിനകത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളത് RSSനെ സംബന്ധിച്ച്, ലോക മുതലാളിത്തത്തെ സംബന്ധിച്ചും ഏറ്റവും അപകടകരമായ ഒരു സാഹചര്യമാണെന്ന് അവർ കാണുകയാണ്. അതിൻ്റെ ഭാഗമായി എങ്ങനെയെങ്കിലും കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലെ സർക്കാരിനെ എതിർക്കണം, കേരളത്തിലെ സർക്കാരിനെ ജനവിരുദ്ധമാക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നിരന്തരമായിട്ടുള്ള കള്ളപ്രചരണങ്ങൾക്കും നിരന്തരമായിട്ടുള്ള കള്ള ആരോപണങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ ഗവൺമെൻറ് എങ്ങനെയും പരാജയപ്പെടുത്തണമെന്ന ശ്രമമായിട്ട് അവർ മുന്നോട്ടേക്ക് വന്നത്. ആ ഘട്ടമാണ് ഒരു ഘട്ടം അത് കടന്നുപോയി എന്ന് കാണാൻ വേണ്ടി സാധിക്കണം. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള കുപ്രചരണങ്ങളുടെ ഒരു കുത്തൊഴുക്ക് തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ ജനങ്ങൾ അവരുടെ നേരിട്ടുള്ള ആ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ജനങ്ങൾ ഇടതുപക്ഷ സർക്കാരിനെ ഇടനെഞ്ചേറ്റിക്കൊണ്ട് വീണ്ടും അധികാരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ആ ഗവൺമെൻറ്റിനെ എങ്ങനെയെങ്കിലും അട്ടിമറിക്കുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമായാണ് RSS നോക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഈ സംസ്ഥാനത്തിനകത്ത് പ്രൈവറ്റ് സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അച്ഛനമ്മമാരുടെ കൈപിടിച്ചുകൊണ്ട് ഞങ്ങൾക്കിവിടെ പഠിക്കേണ്ടതില്ല, ഞങ്ങൾക്ക് സർക്കാർ സ്കൂളുകൾക്കകത്ത് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ് അച്ഛനമ്മമാരുടെ കൈപിടിച്ചുകൊണ്ട് 6 ലക്ഷത്തിൽ വരുന്ന വിദ്യാർത്ഥികളാണ് ഗവൺമെൻറ് സ്കൂളുകളിലേക്ക് മാറി രജിസ്റ്റർ ചെയ്തെന്ന് കാണാൻ വേണ്ടി സാധിക്കണം. അതേ സമയത്ത് തന്നെയാണ് ലോകത്ത് തന്നെ ഏറ്റവും മികച്ച രീതിയിൽ കമ്മ്യൂണിറ്റി മെഡിസിൻ സംവിധാനങ്ങൾ നടപ്പിലാക്കുന്ന, ഒരുപക്ഷെ ക്യൂബ കഴിഞ്ഞാൽ ഒരുപക്ഷെ മറ്റൊരു രാജ്യത്തിനും ഇല്ലാത്തൊരു അവകാശമാണ് കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനത്തിന് ചെയ്യാൻ വേണ്ടി സാധിച്ചെന്ന് കാണാൻ വേണ്ടി സാധിക്കണം. അത്യാധുനിക സൗകര്യത്തോട് കൂടിയിട്ടുള്ള സൗജന്യമായിട്ട് ചികിത്സ നൽകാൻ വേണ്ടി സാധിക്കുന്ന സർക്കാർ ആശുപത്രികൾ ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്തിനകത്ത് ഒരു സംസ്ഥാനത്തും നിലനിൽക്കാത്ത രീതിയിലുള്ള ആശുപത്രി സൗകര്യങ്ങളാണ് നമ്മുടെ നാടിനകത്തുള്ളത്. വിദ്യാഭ്യാസ മേഖലയിൽ അത്രയേറെ സമൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. സാമൂഹ്യക്ഷേമ പെൻഷനുകൾ 1600 രൂപ പെൻഷൻ കൊടുക്കുന്ന ഒരു സംസ്ഥാനവും ഇന്ന് ഈ രാജ്യത്തിനകത്തില്ല എന്ന് മാത്രമല്ല, പെൻഷൻ കൃത്യമായി കൊടുക്കുന്ന സംസ്ഥാനങ്ങൾ ഈ രാജ്യത്തിനകത്ത് മറ്റൊരു സംസ്ഥാനവുമില്ല എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ക്ഷേമപ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട്, ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, അടിസ്ഥാന വർഗ്ഗ ജനങ്ങളെ എത്രത്തോളം പരിഗണിക്കണമെന്നുള്ള ഭാഗമായിട്ട് സ്ത്രീകളെയും കുട്ടികളെയും ട്രാൻസ്പേഴ്സിനെയും പരിഗണിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു സർക്കാർ ഈ കേരളം ഭരിക്കുമ്പോൾ ഇന്ത്യയിലുള്ള മറ്റ് 27 സംസ്ഥാനങ്ങളും ഇതാ കേരളത്തിനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, കേരളം ഇതാ ഈ ലോകത്തിന് തന്നെ മാതൃകയാവുന്ന രീതിയിൽ മാറുകയാണ്. ആ മാറ്റങ്ങൾ തങ്ങളുടെ സംസ്ഥാനത്തിനകത്തും കടന്നു വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിച്ചാൽ അവിടെ ഭരിക്കുന്ന ആശയം ഏതാണ്? അത് ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷ ആശയധാരയിലേക്ക് ജനങ്ങൾ ഒടുകുമെന്നുള്ള ഭയമാണ് RSSനെ കൊണ്ട് ഇവിടെ ഈ പ്രത്യയശാസ്ത്രത്തെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. അതിന് നേതൃത്വം നൽകുന്നതിന് വേണ്ടി ഒരു MLA പോലും ഇല്ലാതെ ഈ സംസ്ഥാനത്തിനകത്ത്
അവർ ആദ്യം തന്നെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് ഈ കേരളത്തിനകത്ത് യൂണിവേഴ്സിറ്റികളാണ്. ആ യൂണിവേഴ്സിറ്റികൾക്കകത്ത് ഒരു യോഗ്യതയും ഇല്ലാത്ത ആളുകളെ സെനറ്റിനകത്തേക്കും സിൻഡിക്കേറ്റിനകത്തേക്കും തിരികെ കയറ്റിക്കൊണ്ട് ഗവർണർ എന്ന് പറയുന്ന ഒരു സംഘി ചാൻസലർ ഈ സംസ്ഥാനത്തിനകത്ത് കടന്നു വരികയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലടക്കം നടത്തിയിട്ടുള്ള കോപ്രായങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഞാനിതാ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കകത്ത് ഗവേഷണം നടന്നൊരു വിദ്യാർത്ഥിയാണ്. ഞങ്ങളെ സമരത്തിൽ നേതൃത്വം നൽകുന്ന ഘട്ടത്തിൽ ഞങ്ങളെ നോക്കി അധിക്ഷേപിക്കുന്ന, വിദ്യാർത്ഥികൾ നോക്കി അധിക്ഷേപിക്കുന്ന, അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുമായി നിരന്തരം ഒരു സംഘർഷത്തിന് വേണ്ടി സാധ്യത പരിശോധിച്ചുകൊണ്ടാണ് ഗവർണർ കാലിക്കറ്റ് സർവകലാശാലയ്ക്കകത്തേക്ക് കടന്നു വന്നിട്ടുള്ളതെന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഈ സംസ്ഥാനത്തുള്ള സർവകലാശാലയ്ക്കകത്ത് സെനറ്റിലേക്കും സിൻഡിക്കേറ്റിലേക്കും നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനാണ്. പക്ഷേ ഒരു അധികാരവുമില്ലാത്ത അധികാരങ്ങളെ വളച്ചുകൊണ്ട് സർക്കാരിനുള്ള അധികാരങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് RSSന് വേണ്ടി പണിയെടുക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ ഗവർണർ വ്യത്യസ്തമായിട്ടുള്ള ആളുകളെ, കൊലപാതക കേസിലടക്കം പ്രതിയായിട്ടുള്ള ആളുകളെ, കൊലക്കേസിലടക്കം കുറ്റവാളിയായി ശിക്ഷിക്കപ്പെട്ട ആളുകളുടെ ഭാര്യമാരെ അടക്കം സെനറ്റിനകത്തേക്ക് കേരള സർവകലാശാലയുടെയും കാലിക്കറ്റ് സർവകലാശാലയുടെയും സെനറ്റിനകത്തേക്ക് സിൻഡിക്കേറ്റിനകത്തേക്ക് നിയമിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ശക്തമായി പ്രതിരോധിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് SFI എന്ന് പറയുന്നത്, ഇടതുപക്ഷം എന്ന് പറയുന്നത്. പ്രതിരോധിക്കുന്നതിന് വേണ്ടി തെരുവിനകത്ത് സമരം ചെയ്യുകയും ഗവർണറുടെ ഈ നീക്കങ്ങൾക്കെതിരെ ഈ കേരള പൊതുസമൂഹത്തെ ആകെ ഉണർത്തുന്നതിന് വേണ്ടിയുള്ള അതിശക്തമായ സമരങ്ങൾക്ക് SFI നേതൃത്വം നൽകിയെന്ന് കാണാൻ വേണ്ടി സാധിക്കണം. ഇങ്ങനെ സംഘപരിവാരം ഒളിച്ചു കടത്തുന്ന, അല്ലെങ്കിൽ ഒരുപക്ഷെ പരസ്യമായി തന്നെ ഈ സമൂഹത്തിനകത്ത് ഇടപെടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സംഘി ചാൻസലർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത് പോലെ തന്നെ ഈ സംസ്ഥാനത്തിനകത്തുള്ള നിരവധിയായിട്ടുള്ള നികുതി വിഹിതങ്ങൾ തന്നെ തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം വരികയാണ്. GST വന്നപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇടതുപക്ഷം പറഞ്ഞിട്ടുണ്ട്, GST അപകടമാണ്. കാരണം ഈ നികുതി കൃത്യമായിട്ട് പിരിച്ചെടുത്ത് ആ പിരിച്ചെടുത്ത തുക മുഴുവൻ കേന്ദ്ര സർക്കാർ കൊണ്ടുപോവുകയും നമ്മുടെ വിഹിതം നമുക്ക് പിന്നീട് തരികയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത് അപകടമാണ്. ഇത് നമ്മളെ തകർക്കാൻ വേണ്ടിയുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് RSSന് വിരുദ്ധമായിട്ടുള്ള ഏതൊക്കെ സർക്കാരുകൾ ഇന്ത്യ രാജ്യത്തിനകത്ത് ഭരിക്കുന്നുണ്ടോ ആ സർക്കാരുകളെയൊക്കെ സാമ്പത്തികമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി, സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ പ്രഖ്യാപിച്ച് ആ സംസ്ഥാന സർക്കാരുകളെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കും. GST വിഹിതം നൽകാതിരിക്കുക, ക്ഷേമ പെൻഷന് വേണ്ടി പ്രത്യേകമായ ഒരു ബോർഡ് രൂപീകരിച്ചുകൊണ്ട് വളരെ സുന്ദരമായ രീതിയിൽ ക്ഷേമ പെൻഷൻ നൽകിക്കൊണ്ടിരുന്ന ഒരു സംസ്ഥാന സർക്കാരിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ കിഫ്ബിയിലൂടെ നിരവധിയായിട്ടുള്ള പദ്ധതികൾ, കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ, ക്ഷേമ പദ്ധതികളും അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളും മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്ന ഈ സംസ്ഥാനത്തിനകത്ത് കിഫ്ബി പദ്ധതി ഔട്ട് ഓഫ് ബഡ്ജറ്റ് ആയിരുന്ന കടമെടുക്കൽ പരിധി ബഡ്ജറ്റിനകത്തേക്ക് രേഖപ്പെടുത്തി വെക്കേണ്ട എന്നുള്ള നിയമപരമായി നടപ്പിലാക്കിയിട്ടുള്ള കിഫ്ബി എന്ന് പറയുന്ന പദ്ധതിയെ പൊളിച്ചുകൊണ്ട് കിഫ്ബിയെയും അതുപോലത്തെ പെൻഷൻ ബോർഡിനെയും ബഡ്ജറ്റിനകത്ത് ഉൾപ്പെടുത്തി കേരളത്തിൻ്റെ കടമെടുക്കാനുള്ള പരിധി വെട്ടിക്കുറച്ചതിൻ്റെ ഭാഗമായിട്ടും നെല്ല് സംഭരണത്തിൻ്റെ ഭാഗമായിട്ടും റബ്ബർ സംഭരണത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ കൊടുക്കാനുള്ള കുടിശ്ശികകൾ കൊടുക്കാതെ 62,000 കോടി രൂപയാണ് ഇന്ന് കേരളത്തിന് കേന്ദ്ര സർക്കാർ കുടിശ്ശിക വരുത്തിയിട്ടുള്ളതെന്ന് കാണാൻ വേണ്ടി സാധിക്കണം. ഇതിന് കേരളത്തിൻ്റെ ദൈനംദിനമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇത് ബാധിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരുടെയും നിരന്തരമായിട്ടുള്ള പ്രവർത്തനം ശമ്പളത്തെ ബാധിക്കുന്നു, ഫെലോഷിപ്പുകളെ ബാധിക്കുന്നു, അതുപോലെ സബ്സിഡികളെ ബാധിക്കുന്നു, ലൈഫ് മിഷനെ ബാധിക്കുന്നു, പെൻഷനെ ബാധിക്കുന്നു. ഇങ്ങനെ എല്ലാ മേഖലയും ഇത് സാമ്പത്തികമായ ഉപരോധങ്ങൾ, സാമ്പത്തികമായ അടിയന്തരാവസ്ഥയെ ബാധിക്കുന്ന രീതിയിലേക്കാണ് ഇത് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഈ നാടിനകത്തേക്ക് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇതാ DYFIയുടെ നേതൃത്വത്തിൽ ജനുവരി 20 അതിശക്തമായ ഒരു സമരത്തിന് DYFI നേതൃത്വം നൽകുകയാണ്. 1987 രൂപീകരിച്ചിട്ടുള്ള മനുഷ്യച്ചങ്ങല എന്ന് പറയുന്ന അതിസാഹസികമായിട്ടുള്ളൊരു സമര പരിപാടിക്ക് DYFI ജനുവരി 20 നേതൃത്വം നൽകുകയാണ്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് അറ്റുപോവാത്ത ചങ്ങലക്കണ്ണികളുമായി ചേർത്ത് പിടിച്ചുകൊണ്ട് RSSൻ്റെ ഈ നയത്തിനെതിരെ, RSSൻ്റെ ഫെഡറൽ സംവിധാനത്തിലേക്കുള്ള ഈ കടന്നുവരവിനെതിരെ അതിശക്തമായ പോരാട്ടത്തിന് DYFI നേതൃത്വം നൽകാൻ വേണ്ടി പോവുകയാണ്. ഇത്തരത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ ഇടതുപക്ഷ ആശയങ്ങളോ ഇടതുപക്ഷ മനസ്സുകളെയോ പരാജയപ്പെടുത്തുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഫെഡറൽ സംവിധാനത്തിനകത്ത് കടന്നു കയറിക്കൊണ്ട് സംസ്ഥാനങ്ങളുടെ അധികാര പരിധികൾ വെട്ടിച്ചുരുക്കി ആ സംസ്ഥാനങ്ങൾക്ക് ഈ സമൂഹത്തിനകത്ത് ഇടപെടാനുള്ള എല്ലാ പഴുതുകളും ഇല്ലാതാക്കിക്കൊണ്ട്, നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടന മുന്നോട്ടേക്ക് വെക്കുന്ന ഒന്നാം അധ്യായത്തിൽ തന്നെ, ഇന്ത്യൻ ഭരണഘടനയുടെ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ പറയുന്നത് ഇന്ത്യ ഷാൽ ബി ഭാരത് ഇസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണ്. കാരണം ഈ സ്റ്റേറ്റുകളുടെ ഒരു യൂണിയനാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഈ സംസ്ഥാന സർക്കാരുകളും അതോടൊപ്പം ചേർന്നുള്ള കേന്ദ്ര സർക്കാരും ചേരുന്നതാണ് ഈ രാജ്യത്തിൻ്റെ വ്യവസ്ഥിതി എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു കേന്ദ്ര സർക്കാർ മാത്രം മതി, സംസ്ഥാന സർക്കാരുകൾ ഇവിടെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ഈ ഭരണഘടന തന്നെ ഭരണഘടനയുടെ ഏറ്റവും നട്ടലായിട്ടുള്ള ഭാഗത്തെ തന്നെ പൊളിച്ചെഴുതിക്കൊണ്ട് RSSൻ്റെ വിചാരധാരയ്ക്കകത്ത് പറയുന്ന ഏകദ്വീപ രാഷ്ട്രം സ്ഥാപിക്കണമെന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് ഇവർ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. സവർക്കറും ഗോൾവാൾക്കറും അടക്കമുള്ള ആളുകൾ
മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ള ഈ ആശയത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഗവർണർ അടക്കമുള്ള ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് കേരള പോലെയുള്ള സംസ്ഥാനങ്ങൾക്കകത്ത് RSSൻ്റെ ഇടപെടൽ നടത്തുന്നത് കാണാൻ വേണ്ടി സാധിക്കും. ഇതിനെതിരെ ശക്തമായ പ്രതിരോധങ്ങൾ രൂപീകരിച്ചില്ലെങ്കിൽ ആശയപരമായ പ്രതിരോധങ്ങളും അതുപോലെ തന്നെ കൃത്യമായിട്ട് RSS ഏതൊക്കെ രൂപത്തിൽ നമ്മൾ പ്രതിരോധിക്കാൻ പറ്റുന്നുണ്ടോ ആ രൂപത്തിൽ തന്നെ തിരിച്ച് പ്രതിരോധിച്ചുകൊണ്ട് നിന്നെങ്കിൽ മാത്രമേ ഒരുപക്ഷെ ഒരു മണിപ്പൂർ ആവർത്തിക്കാത്ത രീതിയിൽ, ഗുജറാത്ത് ആവർത്തിക്കാത്ത രീതിയിൽ നമ്മുടെ നാടിനകത്ത് മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി, ജനാധിപത്യം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി സർവോപരി ഇന്ത്യൻ ഭരണഘടന നമുക്കറിയാം ഒരുപാട് ത്യാഗം സഹിച്ച് ഒരുപാട് ആളുകൾ ജീവൻ ബലി നൽകിക്കൊണ്ട് രൂപീകരിച്ചിട്ടുള്ള ഇന്ത്യയുടെ സ്വാതന്ത്ര്യവും അതോടൊപ്പം തന്നെ രൂപീകരിച്ചിട്ടുള്ള ഇന്ത്യൻ ഭരണഘടന ലോകത്ത് തന്നെ ഏറ്റവും മനോഹരമായ ഒരു ഭരണഘടനയായിട്ട് ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കുമ്പോൾ തന്നെ ആ ഭരണഘടനക്കകത്തുള്ള ബൂർഷ്വാ സംവിധാനങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി കാലങ്ങളായി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഇത്രയും സുന്ദരമായിട്ടുള്ള ഒരു ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യത്തിനകത്ത് ആ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെ ആകെ തകിടം മറിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് വെക്കുന്ന വിചാരധാരയടക്കമുള്ള മനുസ്മൃതി അടക്കമുള്ള ആശയങ്ങൾ മുന്നോട്ടേക്ക് വെക്കുന്ന RSSൻ്റെ രാഷ്ട്രീയത്തിനെ ശക്തമായി പ്രതിരോധിക്കുന്നതിന് വേണ്ടി മുന്നോട്ടേക്ക് വന്ന DYFI അടക്കമുള്ള സംഘടനകൾ നടത്തുന്ന മനുഷ്യച്ചങ്ങല പോലെയുള്ള പ്രതിരോധ പരിപാടികൾക്കകത്ത് ഈ നാടിനകത്തുള്ള മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും മുഴുവൻ മതനിരപേക്ഷവാദികളും കടന്നു വരികയും അതുപോലെ തന്നെ SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ മുന്നോട്ടേക്ക് വെക്കുന്ന പ്രതിരോധത്തിൻ്റെ രാഷ്ട്രീയത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ധീരജിൻ്റെ അടക്കമുള്ള പ്രസ്ഥാനം, ധീരജിൻ്റെ ചോരയിൽ കൈമുക്കിക്കൊണ്ട് നമുക്ക് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി സാധിക്കണം. RSSന് കഞ്ഞിവെക്കുന്ന കോൺഗ്രസിനും ഈ മതനിരപേക്ഷതയുടെ ഏറ്റവും വലിയ കോട്ടയായ ജനാധിപത്യത്തിൻ്റെ കോട്ടയായ കേരളത്തെ വിട്ടുകൊടുക്കാൻ നമ്മൾ അനുവദിക്കില്ല എന്നുള്ള പ്രഖ്യാപനം നടത്തിക്കൊണ്ട് വേണം ഇനിയുള്ള കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ കാണാൻ വേണ്ടി സാധിക്കണം. പ്രിയപ്പെട്ട സഖാക്കളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതാ 2024 ഒരു തെരഞ്ഞെടുപ്പ് കൂടി കടന്നു വരാൻ വേണ്ടി പോവുകയാണ്. ഒരു തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രം എന്നുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു മുദ്രാവാക്യം ഇത് RSS മുന്നോട്ടേക്ക് വെച്ചിരിക്കുകയാണ്. 2024 നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന അവസാനത്തെ തെരഞ്ഞെടുപ്പായാലും മതി എന്നുള്ളതാണ്, ആവാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ ഒരു കാര്യം. RSSനെ പ്രതിരോധിച്ചില്ലെങ്കിൽ, BJPയെ പ്രതിരോധിച്ചില്ലെങ്കിൽ നമ്മൾ മാത്രമല്ല പരാജയപ്പെട്ടു പോകുന്നത്, വരാനിരിക്കുന്ന ഒരു തലമുറയാകെ ഒരു പക്ഷേ പരാജയത്തിൻ്റെ വക്കിലേക്ക് ജീവിക്കാനുള്ള അവകാശത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരും അതുപോലെ ദളിതരും ആദിവാസികളടക്കമുള്ള സ്ത്രീകളടക്കമുള്ള ട്രാൻസ്പേഴ്സിനടക്കമുള്ള എല്ലാ മനുഷ്യരും ഒരു പക്ഷേ ഈ ഭൂമിക്കകത്ത് ജീവിക്കണോ വേണ്ടയോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് ഇന്ന് ജീവിച്ചിരിക്കുന്ന പോരാളികളായിട്ടുള്ള നമ്മളാണ്. അതുകൊണ്ട് RSSനെതിരെയുള്ള പോരാട്ടത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ എല്ലാ മേഖലക്കകത്തും, അത് സോഷ്യൽ മീഡിയക്കകത്തും ആശയ രൂപീകരണങ്ങൾക്കകത്തും സായുധപരമായും RSSനെ പരാജയപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകേണ്ടതായിട്ടുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കരുത്തനായ പോരാളി SFIയുടെ ഒരു ക്യാമ്പസിനകത്ത് മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കുന്നതിന്, ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച, സ്വാതന്ത്ര്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ സോഷ്യലിസ്റ്റിൻ്റെ മുദ്രാവാക്യം ആലേഖനം ചെയ്ത രക്തവർണ്ണ നക്ഷത്രാംഗ സുപ്രഭതാക കൂടുതൽ ഉയരത്തിൽ പാറിപ്പറക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ധീരനായിട്ടുള്ള ഉശരനായ രക്തസാക്ഷി സഖാവ് ധീരജിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരുപിടി രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ ലഘുപ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്നെ ഇവിടത്തേക്ക് ക്ഷണിച്ച മുഴുവൻ സഖാക്കളെയും ഒരിക്കൽ കൂടി ഇടനെഞ്ചോട് ചേർത്ത് വിളിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, അഭിവാദ്യങ്ങൾ.